Hello, guys. Welcome back to the podcast. Welcome to the podcast. And hope you guys are doing well. ആദ്യമായിട്ട് ഈ പോഡ്കാസ്റ്റ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആർ ചിലവർക്ക് കോൺട്രവേഴ്സി, ചിലവർക്ക് ഐഡിയോളജിക്കൽ ഡിഫറൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നിങ്ങൾ കണ്ടിരിക്കുക. ഞങ്ങളുടേതായ സയൻറ്റിഫിക് റീസേർച്ചും പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയോളജിക്ക് എതിരെ നിൽക്കുന്ന ടോപ്പിക്സ് ആയിരിക്കും ഇതിൽ കൂടുതൽ. കാരണം മെയിൻ സ്ട്രീം ആയിട്ട് നിങ്ങൾ അധികം കേൾക്കാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ആർക്കും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ തപ്പി പിടിച്ചുകൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. ഈ പ്രസൻറ്റ് ചെയ്യുന്നതെല്ലാം നമ്മളുടെ മാത്രം ഫൈൻഡിങ്സും റിസർച്ചേഴ്സും ആണ്. അപ്പോൾ നമ്മൾ മെയിൻലി കവർ ചെയ്യാൻ പോകുന്ന മെയിൻ സ്ട്രീം മീഡിയാസ് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ ഗൈസ്, ഇത് ഞങ്ങളുടെ റിസർച്ചാണ്. ഇതൊരു ഫുള്ളി ഡെഡിക്കേറ്റഡ് പ്രൊഫഷണൽ അനാലിസിസ് അല്ല. ഞങ്ങൾക്ക് കിട്ടിയ സോഴ്സസ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വരുന്നു. ആൻഡ് വി സ്റ്റാർട്ട് ബൈ സേയിങ് വി ഹോപ്പ് വി ആർ റോങ്, എസ്പെഷ്യലി ഇൻ ദിസ് വീഡിയോ. കാരണം ഈ വീഡിയോ നിങ്ങൾ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളവർക്ക് ഇത് ദഹിക്കത്തുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. കാരണം നമ്മളൊരു പ്രത്യേകം സെറ്റ് ഓഫ് റൂൾസ് സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്ന് അത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ദഹിക്കാത്ത കാര്യങ്ങളായിരിക്കും. കണ്ടു നോക്കുക. കണ്ടിട്ട് ആദ്യം തന്നെ കുറ്റം പറയാതെ ക്രൂശിക്കാതെ ഒരു 10 minutes റിസർച്ച് നടത്തുക. ChatGPT അല്ല കേട്ടോ റിസർച്ച്. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ, തെറി വിളിക്കാം, വാട്ട് എവർ യു വാണ്ട്. ഫീൽ ഫ്രീ. അതേപോലെ നിങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ ലെറ്റ് us know in the comments. And any geopolitical updates? ജിയോപൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ഉണ്ട്. ഏറ്റവും നല്ല അപ്ഡേറ്റ് ഗ്രീൻലാൻഡിൻ്റെ കാര്യമാണ്. ഗ്രീൻലാൻഡിൻ്റെ കാര്യം നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഒരു മീം പോലെയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഗ്രീൻലാൻഡ് വരുന്നത്. എന്ന് വെച്ചാൽ USA ഈസ് ഗോയിങ് ടു ടേക്ക് ഓവർ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ USA ഗ്രീൻലാൻഡ് വേണം. അത് സ്ട്രാറ്റജിക് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ റിസോഴ്സസ് ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടാണെങ്കിലും എന്ത് രീതിയിൽ ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും ഗ്രീൻലാൻഡ് USA വേണം. അത് ട്രംപ് പറഞ്ഞു. ട്രംപ് മെനഞ്ഞാന്ന് പറഞ്ഞ കാര്യം അയാൾ പറഞ്ഞ ഞാൻ അതേ ഡയലോഗ് പറയാണ്. വി ആർ ഗോയിങ് ടു ടേക്ക് ഗ്രീൻലാൻഡ് വൺ വേ ഓർ ദി അതർ. ഞങ്ങളത് പേ ചെയ്ത് വാങ്ങിക്കാൻ നോക്കി, അവർ സമ്മതിച്ചില്ല. ഇനി വി ആർ ഗോയിങ് ടു ഡു സംതിങ് ദാറ്റ് ദേ വോണ്ട് ലൈക്ക്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഗ്രീൻലാൻഡിൻ്റെ പ്രീമിയർ സ്റ്റേറ്റ് സൈലന്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കപ്പിൾ ഓഫ് അവേഴ്സ് മുന്നേ ഹി മെയ്ഡ് എ സ്റ്റേറ്റ്മെന്റ്. ഹി വുഡ് ലൈവ് ദി ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ പാർട്ടായിട്ട് തന്നെ ഇരിക്കാൻ, ഡാനിഷ് ഇൻക്വിസിഷൻ്റെ ഗ്രാനിഷ് ഇമ്പീരിയൽ ആ ഒരു പാർട്ടായിട്ടിരിക്കാൻ തന്നെയാണ് താല്പര്യം. അതുപോലെ തന്നെ ഇന്ന് രാവിലെ US പുതിയൊരു ബില്ല് പാസ്സായിട്ടുണ്ട്. അക്വിസിഷൻ ഓഫ് ഗ്രീൻലാൻഡ് അണ്ടർ US പ്രൊട്ടക്ഷൻ ലോ എന്നാണ് പുതിയ നിയമത്തിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടി ഗ്രീൻലാൻഡ് അക്വയർ ചെയ്യണമെങ്കിൽ ഫുൾ റൈറ്റ്സ് എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. ഫോർ ദി പ്രസിഡന്റ് ഓഫ് അമേരിക്ക. ഏത് രീതിയിലും പണം കൊടുത്തോ അല്ലെങ്കിൽ ആയുധപരമായോ കായികപരമായോ അതിനെ എടുക്കാമെന്നാണ് അമേരിക്കയുടെ പുതിയ ബില്ല് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ന്യൂസായിട്ട് വന്നിട്ടുള്ളത് ഇസ്രോയുടെ ഒരു ന്യൂസ് ഉണ്ട്. ഇസ്രോ നമ്മളുടെ ഒരു PSLV മെനഞ്ഞാന്ന് വിട്ടു, ചീറ്റിപ്പോയി. എന്തായിരുന്നു 3rd സ്റ്റേജിൽ PSLV മിഷനാണ്. നമ്മൾ റീ എൻട്രിയോ അതുപോലെ ഉള്ളൊരു മിഷൻ നമ്മൾ റിക്കവറി നോക്കിയതാണ്. പക്ഷേ 3rd സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്കും 3rd സ്റ്റേജ് സെപ്പറേഷനിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. സാധനം കറങ്ങി കടലെങ്ങാണ്ട് വീണിട്ടുണ്ട്. സാധനം പടക്കം ചീറ്റി. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയുകയാണെങ്കിൽ തമിഴ്നാടു ഇന്നലെ ഹാസ് ഒഫീഷ്യലി ക്രോസ്ഡ് ദ എൻറ്റയർ GDP ഓഫ് പാകിസ്ഥാൻ ഇൻ 2025 കണക്ക്. ഓക്കെ. തമിഴ്നാടു എന്ന് പറയുന്ന സ്റ്റേറ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 2025 ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDPയെ കാട്ടിയും വലിയ GDP കാഴ്ചവെച്ചു കഴിഞ്ഞ വർഷം. ആൻഡ് വാർ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അമേരിക്കയിലെ ഹോണോലുലു എന്ന് പറയുന്ന എയർബേസ് ആണ് അവരുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എയർബേസസ്. ഹോണോലുലുവിൽ പാർക്ക് ചെയ്യുമ്പോഴാണ് ഈസിയസ്റ്റ് ആക്സസ് ടു മിഡിൽ ഈസ്റ്റ്. അവിടെ 8 ബിഗ്
ടാങ്കർ ഫ്ലൈയേഴ്സ് വന്നിട്ടുണ്ട്, Yeah, എയർക്രാഫ്റ്റ്. സോ ദേ ആർ പ്രെപ്പിംഗ് അപ്പ്. പിന്നെ ഞാൻ റെഡിറ്റിൽ ഇപ്പൊ കണ്ട, ഐ എം നോട്ട് ഷുവർ 100% ട്രൂ ആണെന്ന്, അമേരിക്കൻ സൗദി അറേബ്യയിലും അവിടെയൊക്കെയുള്ള ഖത്തറിലുള്ള US ബേസിലുള്ള എല്ലാവരെയും തിരിച്ച് റീകോൾ ചെയ്യുന്നു. എന്ന് വെച്ചാൽ US ഇറാൻ ഒരു ടെൻഷൻ വരുന്നുണ്ട്. കാരണം ഇറാൻ എന്ന് പറയുന്ന സ്ഥലം വാസ് എ പേർഷ്യൻ സ്റ്റേറ്റ്. ഇറാൻ പേർഷ്യ ആയിരുന്നു. പേർഷ്യയിൽ സൊറാസ്ട്രിയനിസം ആയിരുന്നു. അവിടെ ഇസ്ലാം മതം ഇല്ലായിരുന്നു. അവിടെ ക്രിസ്ത്യാനിറ്റിയും സൊറാസ്ട്രിയനിസവും ജൂതിസവും ഒക്കെ ആയിരുന്നു ഉള്ളത്. മുസ്ലിം മതം അവിടെ വന്ന് സ്പ്രെഡായി. പിന്നെ അവിടെ ഒരു ഗവൺമെൻറ് സ്ഥാപിച്ച് ഇപ്പോൾ അവിടുത്തെ ഡിക്റ്റേറ്റർ മുസ്ലിം രാജ്യമായിട്ട് ഭരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ന്യൂസിൽ വന്നത് ഫോർ ദ ലാസ്റ്റ് 48 hours 2000 people have died. ഷോട്ട് വെടിവെച്ച് കൊന്നു. എന്നിട്ട് 72 മണിക്കൂറിൽ 12,000 പേര് കൊന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് ഇന്ന് ഞാൻ കണ്ടു. കൺഫേംഡ് ഒരു മലയാളം ചാനൽ പോലും ഞാൻ കണ്ടില്ല. ഒരു മലയാളം ചാനൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, 12,000 പേര് മരിച്ചു എന്ന് പറയുന്നതോ 2,000 പേര് മരിച്ചു എന്ന് പറയുന്നതോ ഒരു വാർത്തയിലും വരുന്നില്ല. അത് കൂടാതെ തന്നെ നമ്മുടെ ഫ്രീ പാലസ്റ്റൈൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ നാക്ക് ചെത്തിക്കളഞ്ഞിട്ടുണ്ട് ആരോ. ഇല്ലെങ്കിൽ അവർ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കരയുന്ന ആളുകളാണ്. പാലക്കാടും മലപ്പുറത്തും സ്ട്രൈക്കുകളും ബസ് സമരവും സ്കൂൾ ഉപരോധനവും നടത്തിയ ടീമുകളാണ്. അവരെ ആർക്കും കാണാനില്ല. ആരെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ അവരോട് പറയുക, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഫ്രീ ഇറാൻ എന്നും കൂടി ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇതിടാൻ പറയുക. ഐ ഫീൽ ബാഡ് എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയനെ പോണം ആൾക്കാരെ കുറ്റം പറയുന്നത്. ആൾക്കാരെ കുറ്റം പറയണം. കാരണം ഇതൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. എൻ്റെ ഫ്രീ പാലസ്റ്റീൻ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ പാലസ്റ്റീൻ കമൻ്റ് ഇട്ട് ഒരാൾ പോലും ഞാൻ ആ കഴിഞ്ഞ വാറിൻ്റെ സമയത്ത് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റോറീസ് പെർ ഡേ കണ്ട ആളാണ്. ഒരാൾ പോലും ഒരു സ്റ്റോറി പോലും ഇട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ഓർഗനൈസ്ഡ്. ഇത് വളരെയധികം ഓർക്കസ്ട്രേറ്റഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് വെറുതെ ആളുകൾ ഇമോഷൻ കൊണ്ട് ഇടുന്നതല്ല. ആരൊക്കെയോ സെൻഡ് ചെയ്ത് കൊടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. വി ഡോണ്ട് നോ. എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു. അതേപോലെ ഷെയിം ഓൺ മീഡിയാസ് ഇൻ കേരള. അവരിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാറ്റി പിടിച്ചോണ്ട്. അതെ, 3ാമത്തെ റേപ്പ് കേസിൽ എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഞാൻ അറിയാതെ 10 ന്യൂസ് ചാനൽ ചുമ്മാ ഒരു 45 ആഡ് മൈജി ഓക്സിജൻ തുലിജി, ഇതൊക്കെയാണ് കേരള മീഡിയയിൽ നമുക്ക് വരുന്നത്. ഇത് നിങ്ങൾ വാർത്ത കാണണമെങ്കിൽ TV ഓഫ് ചെയ്യുക. ഒറ്റ ചാനൽ തുറക്കരുത്, ഇൻസ്റ്റാഗ്രാമും നോക്കരുത്, എല്ലാ സോഷ്യൽ മീഡിയയും നോക്കണം. ഇറാൻ അതാണെന്നും ഇറാൻ ഇതല്ലാന്നും പറയുന്ന 2 സൈഡും കേൾക്കണം. എന്നിട്ട് ഹിസ്റ്ററി പഠിക്കണം. അപ്പോൾ മനസ്സിലാവും എന്താ നടക്കുന്നതെന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റേറിയൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. FSSAI എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അവരും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒരു നോട്ടീസ് ഇറക്കി. ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന 90% പനീറും ഫേക്കാണ്. 90% ഓഫ് പനീർ അത് മറ്റേ ഐഡന്റിറ്റി ഇപ്പോൾ ഫേക്ക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വീട്ടിൽ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടത്തുള്ള 10 വീട്ടിൽ പനീർ വാങ്ങിച്ചാൽ അതിനകത്ത് 9 പാക്കറ്റും ഫേക്കാണ്. എല്ലാ ബ്രാൻഡും ഫേക്കാണ്. മിൽക്കി മിസ്റ്റോ, മിൽമയോ, ഇതിന് ഒന്നിനെയും സർക്കാർ പേര് പറഞ്ഞിട്ടില്ല. 90% ഫേക്ക് ആവണമെങ്കിൽ ഇതിലെല്ലാം ഫേക്കുകളുണ്ടാവും. അപ്പം നിങ്ങളത് ആലോചിക്കുക. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഹെൽത്തി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരെ കൊല്ലാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പ്രോജക്ട് കാവേരി ഇല്ലേ, കാവേരി ഡൗൺ ആയപ്പം നാസ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ എഞ്ചിനീയർ പയ്യൻ നാസയിലും US എന്തൊക്കെയോ എവിടെയൊക്കെ പഠിച്ച പയ്യൻ നാട്ടിൽ വന്ന് പുതിയ ഹൈഡ്രജൻ ബേസ്ഡ് ജെറ്റ് എഞ്ചിൻ പ്രൊഡക്ഷൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കര ഫണ്ടിങ് വന്ന് ഗ്ലോബലി, ടാറ്റയുടെ ഒക്കെ. ഇപ്പൊ അവന്മാര് ടെസ്റ്റ് ഫ്ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യൻ പിള്ളേർ ഗ്രേറ്റ്. നമ്മളെല്ലാം രാവിലെ എണീറ്റ് ജോലിക്ക് പോകുമ്പോൾ പിള്ളേർ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുക നമ്മുടെ പ്രായമുള്ള അവന്മാര്. എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റോക്ക് എന്തോ പബ്ലിക് ലിസ്റ്റ് ചെയ്യാൻ പോവുക. കാരണം അത്രയ്ക്ക് വലിയതായി. പബ്ലിക് ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പബ്ലിക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു 20 years മാർക്കറ്റ്, 10 years മാർക്കറ്റിൽ വേണം. എന്ത് ഭയങ്കര വലുതായി സംഭവം. അമ്മമാർ എനിക്കൊന്ന് ഏതൊക്കെയോ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ വേറെ കമ്പനികളായി ഡ്രോൺസിനൊക്കെ വേണ്ടി വെച്ച് തുടങ്ങി എന്ന് തോന്നുന്നു. ഇൻഡിജീനിയസ് ഡ്രോൺ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അത് 3 ഡ്രോണിനെ അടിച്ചിട്ടായിരുന്നു. പാകിസ്ഥാൻ നമ്മളുടെ
കാശ്മീർ ബോർഡറിൽ 3 ഡ്രോൺ വന്നിരുന്നു. പാകിസ്ഥാൻ ആർമിയുടെ ആണെന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി പറഞ്ഞു. എന്നിട്ട് ഇന്ന് ഇന്ത്യൻ ആർമിയുടെ ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വാറ് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. അത് മാത്രമല്ല, ദിസ് ടൈം വിൽ എൻഡ് പാകിസ്ഥാൻ ഇൻ 24 hours എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. കാരണം ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് തെറ്റാണോ ശരിയാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ മിസൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തമിഴ്നാടിൻ്റെ പൈസ അവരുടെ ഉള്ളൂ. എത്ര നാൾ ഇവർ ഈ മിസൈലുണ്ട്, ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, അതുകൊണ്ട് മാത്രം ഇവന്മാരെ ആരും ഒന്നും ചെയ്തില്ല. ഇവന്മാരുടെ അത് കണ്ടായിരുന്നോ, മറ്റേ ഈയിടെ മറ്റേ സിനിമ ഇറങ്ങിയായിരുന്നല്ലോ ദുരന്തറാണ്. ആ ദുരന്തറിനകത്ത് അലിഗേഷൻസ് കൊടുത്ത് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ദുരന്തറിനകത്ത് പാകിസ്ഥാൻ റിച്ച് എന്ന് പറഞ്ഞ് കാണിച്ച് നമ്മുടെ ലോൺ സാങ്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ചു പാകിസ്ഥാൻ റിച്ച്. എന്തൊക്കെ സീന ഗൈസ്. ബ്രിക്സിന്റെ സിമ്പിൾ കണ്ടോ? അതിവിടെ കൊടുത്തേക്കാം. ബ്രിക്സിന്റെ ഇന്ത്യൻ 2026 സിമ്പിൾ നമസ്തേ എന്ന് പറയുന്ന ഒരു താമരയാണ്. ബ്രിക്സിന്റെ ചെയർ പ്രസിഡൻസ് ഇന്ത്യ 2026 ഇന്ത്യയാണ്. ലെറ്റ്സ് സീ നമുക്ക് എങ്ങോട്ടൊക്കെ പോവാന്ന്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു സംഭവം കൂടെ, ഒരു ജിയോ പൊളിറ്റിക്കൽ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മറ്റേ US സെക്യൂരിറ്റി ജനറലിന്റെ സ്പീച്ച് കേട്ടപ്പം എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്, പയ്യൻ ഈസ് അഡ്രസ്സിംഗ് ടു US citizens ആൻഡ് ഹിസ് കോൺഫിഡൻസ് ഓൺ ഗ്ലോബൽ ഡോമിനേഷൻ അങ്ങ് കുറഞ്ഞു പോയൊരു ഫീല്. കാരണം നോർത്ത് കൊറിയയുടെ ട്രൂപ്സ് വന്ന് ഈ റഷ്യയിൽ ഇപ്പോൾ സ്റ്റേഷൻ ഉണ്ടായി, ചൈന റഷ്യ ഇപ്പോൾ ഒറ്റയടിയായി, ഒറ്റ കട്ടായി, യൂറോപ്പ് എല്ലാം തിരിഞ്ഞു. അതേപോലെ തന്നെ ഇറ്റലിയിലെ മെലോണി പുള്ളിക്കാരി പറഞ്ഞ് വി ഹാവ് ടു സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് റഷ്യ ടു പീസ് ഫാക്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല. സോ ഗ്ലോബലി തിരിഞ്ഞപ്പം പയ്യൻ അഗ്രഷനൊക്കെ വേണ്ട, അതൊന്നും വേണ്ട രീതി. പിന്നെ ഗൈസ്, US can do anything. They have 20 aircraft carriers, 7th fleet. അത് they can do anything. പിന്നെ ആം സ്റ്റോക്സിനകത്ത് നമുക്കൊരു ന്യൂക്ലിയർ സബ്മറീൻ ഇപ്പം റഷ്യ തരാനുള്ള രീതിയിൽ സംസാരിക്കുന്നു. We'll see. So what is today's topic? ടുഡേയ്സ് ടോപ്പിക് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ദഹിക്കുന്ന കാര്യമായിരിക്കത്തില്ല. നിങ്ങൾ വളരെ വളരെ സൈഡഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ പറയുന്ന മാത്രം, ഞാൻ പറയുന്ന മാത്രമാണ് ശരി എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ ദിസ് പോഡ്കാസ്റ്റ് ഈസ് നോട്ട് ഫോർ യു. കാരണം നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിച്ച ചില കാര്യങ്ങൾ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കഥ കേട്ടു, ആഡം ആൻഡ് ഈവ് സ്റ്റോറിയെ പറ്റി കേട്ടു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ അടിമ അല്ലെങ്കിൽ ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യന് ആപ്പിൾ ഓഫ് നോളജ് കൊടുത്താണ് നമുക്ക് വിവരവും ബുദ്ധിയും കോൺഷ്യസ്നെസ്സും ഒക്കെ വരുന്നതെന്ന് പറയുന്ന ബൈബിൾ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ആപ്പിൾ എന്ന് പറയുന്നത് അമാനിത്ത മസ്കാരിയാണെന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പം അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ട സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ മിത്തോളജിക്കലായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഡീൽ ചെയ്തത്. ഈ എപ്പിസോഡ് സ്ട്രിക്ട്ലി നമ്മൾ സയൻറ്റിഫിക് ആയിട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മിത്ത് കേട്ടു കളഞ്ഞു. ഇനി സയൻസ് എന്താണ് പറയുന്നത്? സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ NCERT പഠിക്കുന്നത് മാത്രമല്ല സയൻസ്. നമ്മളുടെ NCERT ഞാനും ഇവനും നിങ്ങളും ഒക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ച പല കാര്യങ്ങളും തെറ്റാണെന്ന് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പുതിയ തിയറീസ് വന്നു. അപ്പോൾ അതുപോലെ വരുന്ന അല്ലെങ്കിൽ വന്ന ഏറ്റവും വലിയ തിയറികളിലൊന്ന്, അല്ലെങ്കിൽ ലോകം ഏറ്റവും കൂടുതൽ മറയ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു തിയറികളിലൊന്നാണ് ദ സ്റ്റോൺഡ് ഏപ്പ് തിയറി എന്ന് പറയുന്ന തിയറി. അതെന്താണെന്ന് നമ്മൾ വഴിയെ പറഞ്ഞു പോവാം. അതിന് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ചെറിയ ചെറിയ ബ്രീഫ് കഥകളാണ്. എന്ന് വെച്ചാൽ സയൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ എപ്പിസോഡ്. സയൻസ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മിത്തോളജിയും കാര്യങ്ങളും കണക്ട് ചെയ്യും ഇടയ്ക്ക്, പക്ഷേ പ്യുവർ സയൻറ്റിഫിക് ആയിട്ടാണ് പോകുന്നത്. ഏകദേശം 1,00,000 വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കര വലിയൊരു സംഭവം നടന്നു. എന്ന് വെച്ചാൽ എവല്യൂഷൻ തിയറി നമ്മളുടെ എല്ലാ പോയിന്റ് ടു പോയിന്റും എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് സ്കൂളിൽ പഠിപ്പിച്ച് വെച്ചേക്കുവാണ്. പക്ഷേ എവല്യൂഷൻ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നടന്നു. എന്ന് പറഞ്ഞാൽ ഒരു 1,00,000 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ്. ഒരു ഫ്യൂ തൗസൻഡ് ജനറേഷൻസ് കൊണ്ട്, എന്ന് വെച്ചാൽ 1,00,000 വർഷം മുമ്പേ വരെ നമ്മൾ വെറും ഏപ്സ് ആയിട്ട് ഹോമിനിഡ്സ് ആയിട്ടും നടന്നുകൊണ്ടിരുന്ന ആളുകൾ ഒരു ഫ്യൂ തൗസൻഡ് ജനറേഷൻസ് കൊണ്ട്
കുറച്ച് സമയം കൊണ്ട്, മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ലൈഫ് വെച്ച് ഫ്യൂ തൗസൻഡ് ജനറേഷൻസ് കൊണ്ട് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ സൈസ് 2 ഇരട്ടി വലുതായി. തിങ്കിങ് എബിലിറ്റി മാത്രമല്ല 2 ടൈംസ് വലുതായി. എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഭൂമിയിൽ വേറെ ഒരു സ്പീഷീസിനും ഉണ്ടായിട്ടില്ല. എനിക്ക് അറിയാൻ പറ്റുന്നൊരു ഡൗട്ട്, does bigger brain always means better intelligence? നോ, ബട്ട് ബിഗർ ദ ബെറ്റർ എന്ന് നമുക്ക് പറയാം. ഓൾവേസ് എന്ന് പറയാൻ പറ്റില്ല. Any species or animal having bigger brains than humans? ആനയുടെ ബ്രെയിൻ ചെറുതില്ല. അല്ല, ആന ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇന്റലിജന്റ് ബീയിങ്സ്, കോൺഷ്യസ് ആൻഡ് ഇന്റലിജന്റ് എന്നാണ്. നമ്മുടെ അത്ര വലുതല്ലല്ലോ, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ ബ്രെയിൻ നമുക്ക് 2 ഇരട്ടി വലുതായെന്ന് പറയുമ്പോൾ തന്നെ ബ്രെയിൻ മാത്രമല്ല നമുക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് ആയിട്ട് കുറച്ച് എബിലിറ്റീസും കൂടി നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് നമുക്ക് കൂടി, ബെറ്റർ ഒപ്റ്റിക്സ് വന്നു. എന്ന് പറഞ്ഞാൽ ബെറ്റർ ഒപ്റ്റിക്സ് കാഴ്ച കൂടിയെന്നല്ല, നമ്മുടെ കണ്ണുകൾ അപ്ഗ്രേഡ് ആയി, നമ്മുടെ റിഫ്ലക്സുകൾ കൂടി. എന്നിട്ട് ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അബിലിറ്റി, മോസ്റ്റ് അമേസിങ് തിങ് ഹാപ്പൻ ചെയ്ത എന്താന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ തലയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമുക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഇത് വന്നത് ടു ഫാസ്റ്റ് ആയിട്ടാണ്, നമുക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ആ സാധനത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളുടെ ഡാർവിൻ്റെ തിയറി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ ബുൾഷിറ്റ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല എന്ന് പറയുന്ന ലോകപ്രശസ്തമായ സയൻറ്റിസ്റ്റുമാർ എന്ന് പറഞ്ഞാൽ ഡാർവിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കൂളിലെ ഒരു മിഡിൽ ബെഞ്ചറാണ്. ബാക്ക് ബെഞ്ചേഴ്സും ഫ്രണ്ട് ബെഞ്ചേഴ്സും ഒന്നും ഈ തിയറി പറയുന്നില്ല. അവർ പറയുന്ന തിയറി എന്താണെന്നാണ് നമ്മൾ ഈ എപ്പിസോഡ് പോകാൻ പോകുന്നത്. ഡേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ 3ാം ക്ലാസ്സിൽ നമ്മൾ ഡാർവിൻ്റെ തിയറി പഠിച്ചു. ആ മൈൻഡിൽ നമുക്ക് ഇരിക്കരുത്. സ്പൂൺ ഫീഡഡ് തിയറിയും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു കഥ കേൾക്കുന്നതാണൊക്കെ കേട്ടിരിക്കും. അതെ, ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുക. ഞാൻ പറയുന്നതിൽ എന്തോരം സത്യമുണ്ട് ആണെന്ന് നിങ്ങൾ അത് റിസർച്ച് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഫാക്ട്സും എവിഡൻസും പേരുകളും വർഷങ്ങളും ഞാൻ തരും, നിങ്ങൾ നോക്കുക. എന്ന് പറഞ്ഞാൽ ഡാർവിൻ്റെ അതിനെപ്പറ്റി കാട്ടിയും കൺവിൻസിങ് ആണ് ഈ സ്റ്റോറി. എന്ന് വെച്ചാൽ 1990 നമുക്ക് ഈ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈ ഒരു എവല്യൂഷൻ, ഈ 2 ടൈംസ് ബ്രെയിൻ വിഗർ ആയതിനൊക്കെ ഒരു വലിയൊരു തിയറി പ്രപ്പോസ് ചെയ്തൊരു പെർഫെക്റ്റ് ആൻസർ കിട്ടി. പെർഫെക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ടു പെർഫെക്റ്റ് ആയിരുന്നു. ടു പെർഫെക്റ്റ് ആയിട്ട് മെയിൻ സ്ട്രീം തിയറീസിനെ തള്ളിക്കളയുന്ന ടു പെർഫെക്റ്റ് ആയിട്ടൊരു ആൻസർ വന്നാൽ എന്ത് പറ്റും? ക്ലാസിഫൈ ചെയ്യും, ഡിനേ ചെയ്യും. അതാണ് നമ്മളുടെ ലോകത്ത് നടക്കുന്നത്. അതുപോലെ ഇതും ക്ലാസിഫൈ ചെയ്ത് വെച്ചു കുറേ നാൾ. എന്ന് പറഞ്ഞാൽ ഈ തിയറി അല്ലെങ്കിൽ ഈ ഒരു ആൻസർ നമ്മൾക്കറിയാൻ പറ്റുന്ന തിയറീസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ 100, 150 അല്ലെങ്കിൽ 200 വർഷമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന തിയറി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ തിയറി തുടങ്ങുന്നത്. അപ്പോൾ ഈ എല്ലാ തിയറീസും ബുൾഷിറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി, അതിനെ ക്ലാസിഫൈ ചെയ്തു, അതിനെ എടുത്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന തിയറിയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫയർ കിട്ടിയതിന് ശേഷമാണ്, ടൂൾ ഉണ്ടായതിന് ശേഷമാണ് നമ്മളുടെ ബ്രെയിനും നമ്മളുടെ കോൺഷ്യസ്നെസ്സും ഒക്കെ ഉണ്ടായെന്നാണ് എവല്യൂഷൻ തിയറി പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ എവല്യൂഷൻ പഠിക്കുമ്പോൾ ഫയർ കണ്ടുപിടിച്ചതിന് ശേഷവും ടൂൾസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യന് കോൺഷ്യസ്നെസ് വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതേ സാധനത്തിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ ഹ്യൂമൻ എവല്യൂഷൻ പാറ്റേൺ പഠിക്കുമ്പോൾ ബിഗർ ബ്രെയിൻ ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് ഈ ടൈം ലൈൻ പഠിക്കില്ലേ, ബ്രെയിനും കോൺഷ്യസ്നെസ്സും വന്നതിന് ശേഷമാണ് ഫയറും ടൂൾസും കണ്ടുപിടിച്ചതെന്ന് നമ്മൾ അതേ ബുക്കിൽ 2 വർഷം കഴിയുമ്പോൾ പഠിക്കും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അമർ ചിത്രകഥയാണത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ഫയറും ടൂൾസും ലാംഗ്വേജും ഇതൊന്നും നമ്മളുടെ കോൺഷ്യസ്നെസ്സിന് കാരണമായതല്ല. സത്യം പറഞ്ഞാൽ ഈ ഫയറും ടൂൾസും ലാംഗ്വേജും എല്ലാം കോൺഷ്യസ്നെസ്സിൻ്റെ റിസൾട്ടാണ്. ഈ സാധനങ്ങൾ കോൺഷ്യസ്നെസ് ഉണ്ടായതിന് ശേഷം മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ തീയും നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത്, നമ്മൾ റിട്ടൺ ലാംഗ്വേജസ് ഉണ്ടാക്കുന്നത്. ഇത് 4 ആണ്, ഇത് 2 ആണെന്നൊക്കെ ഞാനും നീയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സാധനം പറഞ്ഞതിൻ്റെ കാരണങ്ങളാൽ ലോജിക്കലായിട്ടുള്ള കാര്യം
പറഞ്ഞതിൻ്റെ കാരണങ്ങളാൽ പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു. പുള്ളിയുടെ തിയറീസ് എല്ലാം ഫണ്ടിങ് നിർത്തി. പുള്ളിയുടെ ഡിഗ്രി വരെ റിവോക്ക് ചെയ്യാൻ ആളുകൾ കേസ് കൊടുത്തു. പുള്ളിയുടെ പേര് നമ്മൾ അതിലേക്ക് പോകുന്നേ ഉള്ളൂ. okay. ഹീറോ ഓഫ് ദ സ്റ്റോറി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ തിയറിയുടെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ തുടക്കം അബ്സ്ട്രാക്റ്റിലെ ഒരു ലൈനാണ്. പ്രിമിറ്റീവ് ഏപ്സ് ടു മോസ്റ്റ് അഡ്വാൻസ് ഹോമിനിഡ്സ് ഇൻ ദ വേൾഡ്. ഇതെങ്ങനെ വന്നു എന്ന് പറയുന്നത്, ദേ ആഡഡ് വൺ തിങ് ടു ദെയർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതിയിൽ അവർ ഒരു സാധനം ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാട്ടിൽ മരം കയറുന്ന കുരങ്ങനിൽ നിന്ന് ഇന്ന് കോട്ടും സൂട്ടും ഇട്ട് പോകുന്ന ഡോക്ടറും വക്കീലും ഒക്കെ ആയതെന്നാണ് പറയുന്നത്. ആ ആഡ് ചെയ്ത ഒരു ഡയറ്റിൽ ആഡ് ചെയ്ത ഒരു സാധനമാണ് മഷ്റൂംസ്. അതും ഓർഡിനറി മഷ്റൂംസ് അല്ല. അയാളുടെ ബുക്കിൽ ആദ്യമായിട്ട് ആ പേര് ഉപയോഗിച്ചു, മാജിക് മഷ്റൂംസ്. ആ ബുക്കിൽ നിന്നാണ്, ഡെഫിനറ്റ്ലി ആ ബുക്കിൽ നിന്നാണ് ആ സയന്റിഫിക് തിയറി. ഹാർവാർഡ് റിസർച്ചർ, പേര് ഞാൻ പറയാം, തിമോത്തി ലീറിയാണ് അല്ല, ഹാർവാർഡ് റിസർച്ചർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് പോസ്റ്റുലേഷൻ ഉണ്ടാക്കി തിയറി പ്രസിദ്ധീകരിച്ച ആ ബുക്കിൽ നിന്നാണ് ആദ്യമായിട്ട് ലോകം മാജിക് മഷ്റൂംസ് എന്ന വാക്ക് കേൾക്കുന്നത്. അപ്പോൾ ടെറൻസ് മക്കീന എന്ന് പറയുന്നത്, ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം, പുള്ളി എന്ന് പറയുന്നത് അമേരിക്കൻ ഫിലോസഫറാണ്. അതുപോലെ തന്നെ എന്തോബോട്ടണിസ്റ്റ് എന്ന് പറയുന്ന ഒരാളും കൂടാണ്. എന്തോബോട്ടണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ ഇൻറ്റേർണലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ, പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷാണ് എന്തോബോട്ടണിസ്റ്റ് എന്ന് പറയുന്നത്. തുളസിയെ പറ്റി പഠിച്ചാൽ നീ എന്തോബോട്ടണിസ്റ്റ് ആണ്. അതാണ് സെറ്റപ്പ്. അപ്പൊ ഈ മെഡിസിനൽ ഹെർബ്സിനെ കുറിച്ച്, കറക്റ്റ്, മെഡിസിനൽ ഹെർബ്സിനെ പറ്റി പറയുന്നതാണ് എൻറ്റോബോട്ടണിസ്റ്റ്. അപ്പോൾ ഇയാൾ പഠിക്കാൻ പോയത് ആമസോണിലാണ്. ആമസോൺ ജംഗിളിനകത്ത് ഇയാൾ പഠിക്കാൻ പോയി. എന്നിട്ട് ഇയാൾക്ക് അവിടെ വെച്ചൊരു മെഡിക്കൽ ഇൻസിഡൻ്റ് ഉണ്ടായി. പുള്ളിക്കൊരു എമർജൻസിയോ പുള്ളിക്കൊരു ആക്സിഡൻറ്റോ എന്തോ ഉണ്ടായി. അവിടുത്തെ ആമസോണിലെ ട്രൈബ്സ് ഇയാളെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ശരിയാക്കി എന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നത് അതെൻ്റെ ശരീരത്തിനെ ബാധിച്ചിട്ടേ ഇല്ല, അതെൻ്റെ മനസ്സിനെ മുഴുവൻ മാറ്റി. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരാം. 1919 കഥയിലോട്ട് നമ്മൾ പോവാം. റൊണാൾഡ് ഫിഷർ എന്നാണ് ഹാർഡ്വാർഡ് സയൻറ്റിസ്റ്റിൻ്റെ പേര്. പുള്ളിയാണ് മറ്റേ കാര്യങ്ങളൊക്കെ എഴുതിയത്. അപ്പോൾ പുള്ളിയുടെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് ചുമ്മാ അയാൾ രാവിലെ എണ്ണീറ്റ് ഇത് തിന്നാൽ ഇതാവും മാജിക് മഷ്റൂം എന്ന് എഴുതുമല്ല. ഈ ബുക്ക് എഴുതിയത് റൊണാൾഡ് ഫിഷറാണോ മറ്റേ മെന്നേക്കയാണോ? ഈ പറയുന്ന ബുക്ക് എഴുതിയത് റൊണാൾഡ് ഫിഷറാണ്. നമ്മുടെ ഹാർവാർഡ് മെക്കേനെ പറ്റി ബാക്കി വരത്തേ ഉള്ളൂ. അപ്പോൾ റൊണാൾഡ് ഫിഷർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അവിടെ ഒരു തിയറി പോസ്റ്റുലേഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് മൈൻഡുകൾ പഠിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ഡാർവിന് ഹാർവാർഡിൽ അഡ്മിഷൻ കിട്ടിയെന്ന്. ഡാർവിൻ ഒരു രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ഡെഫിനറ്റ്ലി ഹാർവിൻ വാസ് ലൈക്ക് തോമസ് ആൽവ എഡിസൺ. പുള്ളി കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. അപ്പോൾ റൊണാൾഡ് ഫിഷറിന്റെ ഹാർവാർഡ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞാൽ പി ജി ഒക്കെ പഠിക്കുന്ന ഗ്രാജുവേറ്റ് പഠിക്കുന്ന ആളുകൾക്ക് കൺട്രോൾഡ് ഡോസേജിൽ സിലോസൈബിൻ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. സിലോസൈബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് മഷ്റൂംസിനകത്തുള്ളതും നമ്മളുടെ നമുക്ക് ഈ DMT അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള സിലോസൈബിൻ മെറ്റീരിയൽസ്. ഈ LSD എന്നൊക്കെ പറയുന്ന സിലോസൈബിൻ ആണോ? LSD എന്ന് പറയുന്ന സാധനത്തിനകത്ത് സിലോസൈബിൻ ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ്. സൈക്കോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിസിയോളജി ആക്ടിവേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് സിലോസൈബിൻ സബ്സ്റ്റൻസുകൾ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ബാധിക്കുന്ന മരുന്നുകൾ. ഓക്കെ, സോ അപ്പോൾ മോഡേൺ സയൻസ് ടെക്നോളജി ചെയ്തിട്ടുള്ളൊരു സാധനമാണോ? 100% മോഡേൺ സയൻസ് അക്നോളജി ചെയ്തതിന് ശേഷം ബാൻ ചെയ്ത സാധനമാണ്. അതാണ് നമ്മളുടെ എൻട്രൻസിന്റെ അല്ല ഇത് അവസാനം. അപ്പം സിലോസൈബിൻ ഇവർക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ പുള്ളി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹാർവാർഡിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇൻ ദ നെയിം ഓഫ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി റിസർച്ച് എന്ന് പറഞ്ഞാൽ സ്മാൾ ഡോസേജിൽ ഈ സാധനം കൺസ്യൂം ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും, എല്ലാ ഗ്രാജുവേറ്റ്സിനും വിഷ്വൽ അക്യൂറ്റി 200% കൂടിയെന്നാണ്
ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടുപിടുത്തം. എൻ്റെയോ ഇവൻ്റെയോ കണ്ടുപിടുത്തമല്ല, ഹാർവേർഡ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചത് സിലോസൈബിൻ സ്മോൾ ഡോസേജിൽ കഴിച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എന്നല്ല പറയുന്നത്, കണ്ണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള ഉപയോഗം 200 ടൈംസ് കൂടി. 100 ടൈംസ് അല്ല, ഇരട്ടിയല്ല, അതെ 200 ടൈംസ് കൂടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് സ്റ്റുഡൻസിന് ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു സിനേറിയോയുടെ ഫൈനർ ഡീറ്റെയിൽസ് കാണാൻ പറ്റി, കോൺട്രാസ്റ്റുകൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, പാറ്റേൺ റെക്കഗ്നിഷൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്സ് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, 2 മൂവ്മെന്റ്സ് കിട്ടിയാൽ മൂന്നാമത്തെ എങ്ങോട്ടാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ആണ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പേപ്പറിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് തന്നെ ബെറ്റർ വിഷൻ വന്നു. ഏർലി ഹോമിനിഡ്സിന് ബെറ്റർ വിഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഇത് ഒറ്റ കാര്യത്തിന് ഉപയോഗിക്കൂ, അവർക്ക് ഹണ്ട് ചെയ്യാനേ അറിയത്തുള്ളൂ. ഹണ്ടിങ് ബെറ്റർ ആയി തുടങ്ങി. അങ്ങനെ ഫുഡ് കൂടി തുടങ്ങി. ഫുഡ് കൂടിയതിന് ശേഷം നമ്മളുടെ ബ്രെയിനും മീറ്റും കാരണം നമ്മളുടെ ബ്രെയിൻ കൂടി എന്നാണ് ഈ ഹാർവേർഡ് റിസർച്ച് ഫൗണ്ട് ചെയ്തത്. ഇത് വെളിവിട്ടതിന് ശേഷം ഹാർവേർഡ് റിസർച്ച് ഇതിനെ സ്റ്റോപ്പ് ചെയ്തു, ഫുൾ ഫണ്ടിങ് നിർത്തി. റൊണാൾഡ് ഫിഷറിൻ്റെ കരിയർ വരെ അവർ നിർത്തിക്കാൻ നോക്കി. ഇയാളുടെ ഡിഗ്രി വരെ ഫേക്ക് ആണെന്നുള്ള ന്യൂസ് വേറെ പത്രങ്ങൾ വെറുതെ മഞ്ഞപ്പത്രങ്ങളിൽ ഇറക്കി തുടങ്ങി. മനസ്സിലായോ? ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ തിയറിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ കാര്യം. അപ്പോഴാണ് നമ്മുടെ ടെറസ് മക്കേനയുടെ എൻട്രി. പുള്ളി ഒരു രീതിയിൽ ഹീറോയാണ്. കാരണം പുള്ളി റിസർച്ച് ചെയ്യുന്നത് ആമസോൺ കാട്ടിനകത്താണ്. അവിടെ യൂണിവേഴ്സിറ്റി ഫണ്ടിങ്ങും അവിടെ പ്രൊട്ടസ്റ്റേഴ്സും മഞ്ഞപ്പത്രമൊന്നുമില്ല. പുള്ളിയും പുള്ളിയുടെ കുറച്ച് പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ റിസർച്ച് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആവാം, സബോർഡിനേറ്റ്സ് ആവാം, അവരാവാം. അവരുടെ കൂടെ കണ്ടുപോയി അവരെ ഗവൺമെന്റ് ഇല്ല, ഫണ്ടിങ് ഇല്ല, പ്യുവർ സയൻസ്, പ്യുവർ ക്യൂരിയോസിറ്റി. അവര് ഇതുപോലെ വർഷങ്ങളെടുത്ത് റിസർച്ച് ചെയ്തതിന് ശേഷം ഈ പുള്ളി ടെറൻസ് മെക്കേന എന്ന് പറയുന്ന ആള് ഒരു തിയറി വെളിയിൽ വിട്ടു. ആ തിയറിക്കകത്ത് പറയുന്നത് 3 ലെവൽ ഓഫ് മഷ്റൂം കൺസെപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോ ഡോസസ്, മീഡിയം ഡോസസ്, ഹൈ ഡോസസ്. ഇത് 3 ഉപയോഗിക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോ ഡോസ് കഴിക്കുന്നവനും മീഡിയം ഡോസ് കഴിക്കുന്നവനും ആപ്പിളും ഓറഞ്ചും തിന്നുന്ന എഫക്റ്റാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ലോ ഡോസസ് കഴിക്കുന്ന ആൾക്ക് എൻഹാൻസ്ഡ് വിഷനും മോർ അലേർട്ട് ആവുകയും അവൻ്റെ സെൻസസ് കുറച്ചും കൂടെ ഷാർപ്പർ ആവുകയും എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്ങിനും ഗ്യാതറിങ്ങിനും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷീനായി നമ്മൾ മാറും. ഷാരിങ്കാൻ എന്നൊക്കെ പറയുന്ന പോലെ സാധനം വരും. ഇനി മീഡിയം ഡോസിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കഥയാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബൗണ്ടറീസ് ഇല്ലാതാവും, കോൺഫ്ലിക്ട്സുകൾ ഇല്ലാതാവുന്നു, മോർ കൊഹീസീവ് ആവുന്നു. എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പം എന്നെ ഒരുത്തം വന്ന് ഇവിടെ അറിയാതെ പിച്ചാത്തി വെച്ച് വെട്ടിയ പോട്ടടെ അങ്ങനെ വരുന്നു, പീസ്ഫുൾ. അതെ, പീസ്ഫുൾ ആവുന്നു, ഷെയറിങ് വരുന്നു, ബോണ്ടിങ് വരുന്നു, ലവ് കൂടുന്നു. ഇപ്പം നാച്ചുറലി ലവ് ഷെയറിങ് ഒക്കെ കൂടുമ്പോൾ പോപ്പുലേഷൻ ഡെഫിനറ്റ്ലി കൂടും. അപ്പം അതാണ് മീഡിയം ഡോസിൻ്റെ എഫക്റ്റ്. ഇനി 3ാമത്തെ ഡോസ് എന്ന് പറയുന്നത് ഹൈ ഡോസ് ആണ്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ 2 സാധനത്തിൽ നിന്നും വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഹാർവേർഡ് സയൻറ്റിസ്റ്റും എന്തുമായിരുന്നു മറ്റേ പഠിക്കുന്ന പ്ലാന്റ്സിനെ പറ്റി പഠിക്കുന്ന ആളുകളുമൊക്കെ വലിയ വലിയ സയൻറ്റിസ്റ്റിൻ്റെ തിയറീസാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും ഞാനൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നതല്ല. അപ്പോൾ ഹൈ ഡോസ് വരുമ്പോൾ ഈ സാധനത്തിൽ ഒരു ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ന്യൂ തോട്ട് പാറ്റേൺസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്ട് തിങ്കിങ് വരും എന്നാണ് പറയുന്നത്. ഈ ന്യൂ തോട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലെ ചിന്താഗതികൾ. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു കട്ടുപെട്ട വാക്കൊന്നുമല്ല ഞാൻ പറയാം. ഇപ്പം ഒരു കിളിയെ ആലോചിക്കുന്നു, ഒരു തത്തയെ ആലോചിക്കുകയാണ്. ഒരു പച്ചക്കിളി ഒരു മരത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പറക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കിളിയോട് ഈ കുറച്ച് കാര്യങ്ങളെ നമുക്ക് തോന്നും. ദിസ് ഈസ് അവർ നാച്ചുറൽ വേ ഓഫ് തിങ്കിങ്. ഒരു കിളിയെ പറ്റി ആലോചിച്ചാൽ മരം, കിളി, അല്ലെ കിളിക്കൂട്, കുറച്ച് മുട്ട, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ സിലോസൈബിൻ അല്ലെങ്കിൽ ഈ സാധനം ഹൈ ഡോസിൽ ചെന്ന് കഴിഞ്ഞാൽ കിളിയെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കിളി ഇരിക്കുന്നു, ആ കിളി ഒരു സബ്മറൈനകത്തിരിക്കുന്നു, ആ സബ്മറൈനകത്തൊരു ഡെസേർട്ട് കിടക്കുന്നു. എന്ന് വെച്ചാൽ യാതൊരു ബന്ധവുമില്ലാത്ത
എന്നാൽ ഇറ്റ് ഈസ് മേക്കിംഗ് സം കണക്ഷൻസ് ഫോർ അസ്. നമുക്കത് മേക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കിളി, സബ്മറൈൻ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന വട്ടാന്ന് പറയും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് തുടങ്ങി. അതുപോലെ തന്നെ സിമ്പിൾസ്, പാറ്റേൺ റെക്കഗ്നിഷൻ, ലാംഗ്വേജ് മ്യൂസിക് ആവാൻ തുടങ്ങി, മ്യൂസിക് ലാംഗ്വേജ് ആവാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ പ്രായത്തിലുള്ള ആളുകളിൽ ട്രൈ ചെയ്തതാണ്. എന്നിട്ട് റിസർച്ച് ഫൗണ്ട് ചെയ്തതാണ്. അയാൾ എഴുതി വെച്ചേക്കുന്ന വാചകം ഇതാണ്: കോൺഷ്യസ്നെസ്, താഴെ കോട്ട്സ്, വാട്ട് എവർ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ്. എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്താലും, ദൈവമെന്നോ അല്ലെങ്കിൽ ചിന്താഗതി എന്നോ അല്ലെങ്കിൽ മാനസിക ഇതെന്നോ, എങ്ങനെ കോൺഷ്യസ്നെസ്സിനെ, ബോധത്തിനെ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും ആ ബോധം എക്സ്പാൻഡ് ചെയ്യാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റെലങ്ങളിലേക്ക് ബോധം പോകുന്നുണ്ട്. ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മളുടെ ബോധം ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം കേരളത്തിൽ ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആയിട്ട് സിംഗർ പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂല് എന്ന് പറഞ്ഞായിരുന്നു ഹൗ മൈക്രോഡോസിങ് psilocybin changed her life. പക്ഷെ അതിന് ഷീ ഹാഡ് കൺസൾട്ടഡ് വിത്ത് സം ഡോക്ടേഴ്സ്. എന്തോ ADHD ഡിപ്രഷനോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനമോ, PTSD പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം അങ്ങനെ എന്തോ സാധനം എന്ന് പറഞ്ഞാൽ ട്രോമ വന്നതിന് ശേഷം നമുക്കുണ്ടാവുന്ന ബാഡ് എഫക്ട്സുകൾ നമ്മളിപ്പം സിലോസൈബിൻ അല്ലെങ്കിൽ മരുവാന എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, ഈ 2 സാധനങ്ങളും ട്രീറ്റ്മെന്റ് മെത്തേഡായിട്ട് അമേരിക്ക, കാനഡ, UK, ലോകത്തിലെ ഇന്ത്യ ഓൾസോ ഈ കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദി ഒപ്പിട്ടു അതിന് എന്തോ മെഡിക്കൽ യൂസിന് എന്തോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. മെഡിക്കൽ യൂസ് ഉണ്ട്. 100% മരുവാന. എടാ കാനഡയില് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും, കഞ്ചാവ് കാനഡയിൽ $6 കൊടുത്താൽ കിട്ടും. ഒരു പാക്കറ്റ് സിഗരറ്റിന് $20. ഇത് വളരെ ചീപ്പാണ്. ഇതുപോലും കൊടുക്കാത്ത മല്ലു ബോയ്സ് ഡോക്ടറിനെ ചെന്ന് ഫ്രീ ആയിട്ടൊരു കൺസൾട്ടേഷൻ ഉണ്ട്. എന്നിട്ട് എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഹാർഡ് ഡ്രഗ്സ് എനിക്ക് വേണ്ടാന്നും കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഡോക്ടർ വിൽ പ്രിസ്ക്രൈബ് 1 ജോയിൻറ്റ് പെർ നൈറ്റ്. ആ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊണ്ട് കൊടുത്താൽ നമുക്ക് സാധനം കിട്ടും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിനെയാണ് നമ്മൾ ഇവിടെ ബാൻ ചെയ്യുന്നത്. ബട്ട് വാട്ട് എവർ. അപ്പം സയൻസ് 2 മില്യൺ ഇയേഴ്സ് അഗോ നമ്മളുടെ ബ്രെയിൻ സൈസ് എന്ന് പറയുന്നത് 900 ക്യൂബിക് mm ആണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് mm എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എള്ളുണ്ട, അരിയുണ്ട ആ സൈസ് ഇല്ലേ, ഒരു നെല്ലിക്കയുടെ സൈസ് പോലും ഇല്ലാത്തൊരു സാധനം ഫ്യൂ തൗസൻഡ് ഇയേഴ്സ് അല്ലെങ്കിൽ ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് 7 മില്യൺ വർഷമായിട്ടൊക്കെ നമ്മൾ വരുക. ഇത്രയും നാൾ ഈ കുഞ്ഞു നെല്ലിക്കയും കൊണ്ട് വന്നിട്ട് ഒരു പെട്ടെന്നൊരു 10,000 അല്ലെങ്കിൽ 5,000 ജനറേഷൻസ് കഴിയുമ്പോൾ, ഒരു 100,000 ഇയേഴ്സ് കഴിയുമ്പോൾ അതെ ഈ അത് ഭയങ്കരമായിട്ട് എക്സ്പാൻഡായി വലുതായി അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു സൈസിലേക്ക് വന്നു. മനസ്സിലായോ? കാരണം ഇപ്പം എവല്യൂഷൻ ചാർട്ട് വെച്ച് ഇപ്പോഴും നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു വലിയ നെല്ലിക്കയുടെ അത്രേ ആവാൻ പാടുള്ളൂ. നമ്മുടെ തലയിൽ ബ്രെയിൻ ഇപ്പോൾ ഒരു 15-20 നെല്ലിക്കയുടെ അത്രയായി. അപ്പം അതെങ്ങനെ വന്നു എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ സാധനം മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്താൽ, മില്യൺസ് ആൻഡ് മില്യൺസ്, ഒരു 30-50 ഭൂമിയുടെ പ്രായം ബില്യൺ ഇയേഴ്സ് ഒക്കെ ആയാലേ ചിലപ്പോൾ ഇത്രയും വലുതാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ സാധനം എങ്ങനെയായി? ഷുവർ നമ്മുടെ ഫയർ ഇതിനെ നമ്മുടെ തലച്ചോറിനെ വളരാൻ സഹായിച്ചു. കാരണം ഫയർ കണ്ടുപിടിച്ചതോടെ നമ്മളുടെ തിങ്കിങ് ഭയങ്കരമായിട്ട് വലുതായി. ഓക്കെ, അപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാല്ലേ, ഇവനെ പൊള്ളിക്കാല്ലേ, ഇത് അപകടമാണല്ലേ, ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് തീയിൽ നിന്നാണ് മനസ്സിലായത്. അതുപോലെ ടൂൾസും കാര്യങ്ങളും. പക്ഷേ ഇതെല്ലാം സംഭവിച്ചത്, ഫയർ കണ്ടുപിടിച്ചത് മെയിൻ സ്ട്രീം തിയറി NCERT വെച്ച് പഠിക്കുമ്പോൾ തന്നെ ഫയർ കണ്ടുപിടിച്ചത് ബ്രെയിൻ എക്സ്പാൻഷന്റെ സമയത്തിന് ശേഷമാണ്. മനസ്സിലായോ? നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ബ്രെയിൻ എക്സ്പാൻഡ് ആയത് എന്താ പറയുന്നത് 1,00,000 വർഷങ്ങൾക്ക് മുന്നാണെങ്കിൽ ഫയർ കണ്ടുപിടിച്ചത് 70,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. അതേപോലെ തന്നെ പക്ഷേ അതുപോലെ തന്നെയാണ് ഹണ്ടിങ് ടൂൾസ്. പക്ഷെ അതേ ബുക്കിന്റെ വേറെ ക്ലാസ്സിൽ ചെന്ന് പഠിക്കുമ്പോൾ അവര് പറയുന്നത് നമ്മളുടെ ഫയർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്തതെന്നാണ്.
അവര് തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യാണ്. പക്ഷെ നമ്മളതൊന്നും വായിക്കത്തില്ല. നമ്മൾ അവര് പറഞ്ഞ പോലെ എഴുതിയാലേ പാസ്സാവും, നമ്മൾ അവര് പറയുന്ന പോലെ എഴുതിയാലേ മാർക്ക് കിട്ടും. ജോലി വേണ്ടേ? എനിക്ക് വേറെ സംഭവം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വലിയ വലിയ റിസർച്ചേഴ്സ് ഒക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റീവ് ജോബ്സ്, പുള്ളിയുടെ ഏതോ ബുക്കിലോ ഏതോ ഇന്റർവ്യൂലോ പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ നടന്നിട്ടുള്ള LSD അഡിക്റ്റ് ആയിരുന്നു സ്റ്റീവ് ജോബ്സ്. LSD രണ്ടുപേരും റൂംമേറ്റ്സ് ആയിരുന്നു. രണ്ടുപേരും LSD അഡിക്റ്റ് ആയിരുന്നു. ഒരുത്ത LSD അടിച്ച് പാട്ട് കേൾക്കും, ഒരുത്ത LSD അടിച്ച് ചിന്തിക്കും. അതാണ് അയാളുടെ ഇന്റർവ്യൂ ഇപ്പം ഫേമസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടിക്ടോക്കിൽ നോക്കിയത് സ്റ്റീവ് ജോബ്സ് ഫ്രണ്ട് LSD ട്രിപ്പ് എന്ന്. അതിപ്പം സ്റ്റീവ് ജോബ്സ് ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുമായിരുന്നു. LSD അടിച്ചിട്ട് വൈ ദിസ് ഹാപ്പൻ, ഹൗ ദിസ് ഇസ് ഹാപ്പൻ. അതേപോലെ ഒരു എവല്യൂഷൻ തിയറിയാണ് നമ്മുടെ ടൂൾസ്. ഇപ്പൊ ബൂമറാങ്ങിന്റെ എയറോഡൈനാമിക്സ്, അതെല്ലാം നമുക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 20 years ago നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൂൾസ് നമുക്കറിയാം. ജസ്റ്റ് 20 years ago സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരാള് LSD അടിച്ചതിന് ശേഷം കണ്ടുപിടിച്ച ടെക്നോളജിക്കൽ ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ മനുഷ്യരായിട്ട് നിൽക്കുന്നത്. ഐഫോൺസ്, ടച്ച് സ്ക്രീൻ, ഐപാഡ്, മാക്ബുക്ക്, ചിപ്പ്, ഇതെല്ലാം വന്നത് ഒരാൾ അവിടെ റൂമിലിരുന്ന് സൈക്കഡലിക്സ് അടിച്ചോണ്ടാണ്. ചിലപ്പോൾ ഇയാൾ ഇത് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളൊരു 1000 വർഷം കഴിഞ്ഞാണ്. പ്രൊമോട്ട് ചെയ്യാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ, ഞങ്ങൾ കേട്ട കഥകൾ പറയും. അതെ. അപ്പം 1000 വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐഫോണും ഇതൊക്കെ കണ്ടുപിടിച്ചേനെ. പക്ഷെ സ്റ്റീവ് ജോബ്സ് 1980 ഇത് അടിച്ചോണ്ട് 2000 ഐഫോൺ വന്നു. 1000 വർഷം മുന്നേ വന്നു നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം, ഇല്ലേ? നമ്മുടെ മിത്തോളജിക്കൽ രീതികളിനകത്തും അത് നമ്മൾ പറയുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ മിത്തിന്റെ കാര്യങ്ങളും ഈ എപ്പിസോഡിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടും. അപ്പോൾ 40 minutes 30 minutes കൂടെ കൊണ്ട് നമുക്ക് തീർക്കാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം, തിയറീസ് എല്ലാം വന്നതിന് ശേഷം ഒരു ക്വസ്റ്റ്യനും കൂടെ വരും. ഇത് നമ്മൾ എങ്ങനെയായിരിക്കും കൺസ്യൂം ചെയ്തത്? വെറുതെ നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ ഇത് തിന്നുന്നതാണോ, അതോ നമ്മുടെ ഡയറ്റിൽ ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് എങ്ങനെ നമ്മുടെ ഡയറ്റിലേക്ക് ഈ മഷ്റൂം വന്നു എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. അപ്പോൾ അതിനെ 2 രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്ന്, നമ്മളുടെ എന്താ പറയുന്നത്, ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഹോമിനിഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നെയിംലി റെപ്റ്റിലിയൻ സ്പീഷീസ് നമുക്ക് ഈ മഷ്റൂം തന്നു എന്നാണ് എല്ലാ പുരാണങ്ങളിലും എല്ലാ മിത്തോളജികളിലും പറയുന്നത്. ബൈബിളിലാണെങ്കിൽ അവന് സെർപ്പൻ്റ് എന്ന് പറയും, മലയാളത്തിൽ തക്ഷകൻ എന്ന് പറയും. ഇസ്രായേലിലാണെങ്കിൽ മനുഷ്യർക്ക് ടെക്നോളജി തന്ന സെറാഫ് എന്ന് പറയും. ഈജിപ്തിൽ സെർഭ എന്ന് പറയും. ഈ സൗത്ത് ഇന്ത്യയിൽ സർപ്പം എന്ന് പറയും. നോർത്ത് ഇന്ത്യയിൽ നാഗാസ് എന്ന് പറയും. ചൈനയിൽ ഡ്രാഗൺ എംപറർ ആണെന്ന് പറയും, ഡ്രാഗൺ എന്ന് പറയും. അപ്പോൾ എവിടെ പോയാലും നമുക്ക് ടെക്നോളജി അല്ലെങ്കിൽ നമുക്ക് അറിവും കോൺഷ്യസും തന്നത് ഒരു റെപ്റ്റിലിയൻ ബീയിങ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നാഗാസിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യും. ഇപ്പോഴല്ല, ഈ മാസം തന്നെ ചെയ്യണമെന്നുണ്ട്. ഇതാണ് വൺ തിയറി. ഇനി ഇത് അല്ലാതെ ഒരു സയൻറ്റിഫിക് തിയറി, ഏറ്റവും വലിയ തിയറി എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ 100,000 years ago എന്ന് പറയുന്ന സമയം തന്നെയാണ് നമ്മൾ ഈ ആനിമൽസിൻ്റെ ഈ ക്ലൈമാറ്റിക് ഈ ചേഞ്ചസ് വരുമ്പോൾ ഇവർ ക്ലൈമറ്റ് വെച്ച് മൈഗ്രേറ്റ് ചെയ്യുമല്ലോ. ഈ മൈഗ്രേഷൻ പാറ്റേൺ മനുഷ്യർ കണ്ടുപിടിച്ചത് ഏകദേശം ആ സമയത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ ട്രാക്ക് ചെയ്യുന്നത് ഇവരുടെ അപ്പി വെച്ചാണ് ഇവരെ ട്രാക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വലിയ ആനയായാലും മാമത്തായാലും ഓക്സ് ആയാലും പശുക്കളായാലും ഇവരെ ട്രാക്ക് ചെയ്യുന്നത് ഇവരുടെ അപ്പി വെച്ചാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ട്രാക്ക് ചെയ്ത് ഇപ്പം സമ്മർ ടൈമിൽ പശു നോർത്ത് അമേരിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്ക വരുമായിരിക്കുമെങ്കിൽ മനുഷ്യരും ഇവരുടെ കൂടെ വരും. കാരണം എങ്കിലേ മാംസവും പാലും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവർ ട്രാക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിനകത്ത് ഈ ആനിമൽ ഡങ്ങിനകത്ത് മാത്രം വളരുന്നൊരു പ്ലാന്റ് ഉണ്ട്. ആനിമൽ ഡങ്ങിനകത്ത് വളരുന്നൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ പേര് സൈലോസൈബ് ക്യൂബെൻസിസ് മഷ്റൂം എന്നാണ് ഇതിൻ്റെ പേര്. സൈലോസൈബ് ക്യൂബെൻസിസ് മഷ്റൂം എന്ന് പറഞ്ഞാൽ ഈ മഷ്റൂമിനെ പറ്റിയാണ് നമ്മളുടെ ടെറൻസ് മെക്കേന പറഞ്ഞത്. നമ്മളുടെ ഹാർവാർഡ് ഫിഷറിൻ്റെ പേപ്പറിനകത്തും ഈ സെയിം മഷ്റൂമിനെ പറ്റിയാണ് പറയുന്നത്. കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ഈ സാധനം ഏർലി ഹ്യൂമൻസ് എന്തായിരുന്നു, വളരെ ഹംഗ്രിയാണ്. ഈ ഏർലി ഹ്യൂമൻസ് ഈ ആനിമൽസിൻ്റെ പുറകെ പോകുന്നത് തന്നെ എന്തിനാണ്, ആഹാരത്തിനും സാധനത്തിനും വേണ്ടിയാണ്. അപ്പോൾ അവരത് കണ്ടുപിടിച്ച് കാണാം, അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡായി കാണാം.
എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിയറിയാണ് രണ്ടാമത്തെ തിയറി വരുന്നത്. എന്തുകൊണ്ടോ ഈ സയന്റിഫിക് തിയറി ലോകം മുഴുവൻ അറിഞ്ഞതും അയാളിട്ട പേരും സയന്റിഫിക് തിയറിക്ക് ഇട്ട പേര് കൊണ്ട് അതാണ് നമ്മൾ കുരങ്ങനായിട്ട് കണ്ടുപിടിച്ച് ഇവരുടെ പുറകെ പോയി ഈ സാധനം പറക്കി തിന്നത് കൊണ്ടാണ് ദ സ്റ്റോൺഡ് ഏപ്പ് തിയറി. സ്റ്റോൺഡ് ഏപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ച് കിളിയായ എന്നാണ് അർത്ഥം. നമ്മളിപ്പം അടിച്ച് കിളിയായി, കഞ്ചാവ് അടിച്ച് കിളിയായി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സ്റ്റോൺഡ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റോൺഡ് ആയിട്ടുള്ള ഏപ്പ് തിയറി. അതാണ് ടെറൻസ് മെക്കാനയുടെ തിയറി. പക്ഷെ ടെറൻസ് മെക്കാന വട്ടനാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു. 1990-കളിലാണ് ഈ സംഭവം നടക്കുന്നത്. 30 വർഷത്തിന് ശേഷം സിലോസൈബൻ ട്രയലുകൾ നമ്മളുടെ 2020-കളിലെല്ലാം നടത്തി. എന്നിട്ട് ഏറ്റവും വലിയ ലബോറട്ടറിയിൽ ഏറ്റവും വലിയ MRIയും ബ്രെയിൻ സ്കാനുകളും നടത്തിയതിന് ശേഷം കണ്ടുപിടിച്ചു ടെറൻസ് മെക്കാന വാസ് 100% റൈറ്റ് വിത്ത് ഹിസ് ഫൈൻഡിങ്സ് ടു ദി പോയിന്റ്. എന്ന് പറഞ്ഞാൽ ആ 3 ഡിവിഷൻസ് ഇല്ലേ, ഡോസേജ് ഉൾപ്പെടെ കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ വോളണ്ടിയർ ചെയ്ത് ഇത് സാധനം പല ഡോസുകളിൽ എടുത്തിട്ട് MRI മെഷീനിലോട്ട് കയറുവാണ്. കാരണം MRI മെഷീൻസ് ഒക്കെ ഇപ്പോഴല്ലേ വന്നത്. MRI മെഷീനിലോട്ട് കയറി ബ്രെയിൻ ആക്ടിവിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ ഇവരുടെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺസ്യൂം ചെയ്തതിന് ശേഷം കയറുമ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റീസ് ലൈക്ക് എക്സ്പ്ലോഡിങ്, ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്നു, കിളി സബ്മറൈനിൽ പോകുന്നു, സബ്മറൈനിൽ ഇതിൽ പോകുന്നു. പക്ഷെ സംഭവിച്ചത് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഞാൻ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. 2020 സയന്റിസ്റ്റുകൾ MRI സ്കാനിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പം എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യാൻ എന്ന് നമ്മൾ വിചാരിച്ച ബ്രെയിൻ കംപ്ലീറ്റ്ലി വെൻറ്റ് ക്വയറ്റ്. എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ട് ഓഫായി, സൈലൻ്റായി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ബ്രെയിനിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ സെൻറ്റർ. എന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വോയിസ് ഫ്രം ദ ബ്രെയിൻ എന്ന് നമ്മൾ പറയത്തില്ലേ, അത് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിൽ നിന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇനി എന്താ, അടുത്തത് ഏതാ, ഇത് കഴിഞ്ഞാൽ എന്താ, എപ്പോഴാണ് ഉറങ്ങുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ മനസ്സിൽ ഇത് വന്നുകൊണ്ടിരിക്കും. ഈ സാധനം കൺസ്യൂം ചെയ്തതിന് ശേഷം MRI എടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം വരുന്ന ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം ഓഫായി. എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫായി, സൈലന്റ്, പാർഷ്യലി അല്ല, ആ എൻറ്റയർ നെറ്റ്വർക്ക് വെന്റ് ഓഫ്ലൈൻ. അതാണ് അവരുടെ ഒഫീഷ്യൽ പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കുന്ന വാക്ക്, എൻറ്റയർ നെറ്റ്വർക്ക് വെന്റ് ഓഫ്ലൈൻ. അത് വർക്ക് ചെയ്യുന്നില്ല. ഒരു ചിന്തയോ ഒരു കാര്യങ്ങളോ മനസ്സിൽ വരാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ വലിയ കുറച്ച് എക്സ്ട്രാ ഓർഡിനേറ്ററി ആയിട്ട് കുറച്ച് സാധനങ്ങൾ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലൈറ്റ്, ഈ സാധനം, ലാപ്ടോപ്പ്, ക്യാമറ, ഇതെല്ലാം നമ്മൾ കണക്റ്റഡാണ് നമ്മളുടെ കണ്ണുവഴി. ഇതൊന്നും കണക്റ്റ് ആവുന്നുമില്ല, ഇതൊന്നും നമ്മളുടെ മനസ്സിൽ ചിന്തകളിൽ വരുന്നില്ല. നോ ട്രാഫിക്, കംപ്ലീറ്റ് സൈലൻറ്റ്. അപ്പോൾ എന്ത് പറ്റും, ഇതുവരെ നമ്മളുടെ ബ്രെയിനിനകത്ത് റീജിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് പോലുമില്ലാത്ത പാർട്ടുകൾ സഡൻലി കണക്റ്റഡ് ടുഗദർ ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ പാത്വേസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോയിട്ടില്ലാത്ത വഴികളിലൂടെ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ്വൽ കോർട്ടെക്സ് നമ്മളുടെ കൈയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഈ ക്യാമറയിൽ തൊടണമെങ്കിൽ ഞാൻ കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, എൻ്റെ കൈ ക്യാമറയിലോട്ട് പൊക്കോളും, തൊടണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ. അപ്പം കൈയും വിഷ്വൽ കോർട്ടെക്സും കണക്റ്റഡ്. അതുപോലുള്ള നമുക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കണക്റ്റഡ്. ഈ കണക്ഷൻ എല്ലാം നിന്നതിന് ശേഷം പുതിയ കണക്ഷൻ വരുമ്പോൾ വിഷ്വൽ കോർട്ടെക്സും ഇമോഷൻസും തമ്മിൽ കണക്റ്റ് ആവും. എന്ന് വെച്ചാൽ മെമ്മറി സെന്ററും നമ്മളുടെ സ്കിന്നുമായിട്ട് കണക്റ്റ് ആവും. ഇതുവരെ ഒരു കണക്ഷൻ മെമ്മറിയും സ്കിന്നും തമ്മിലില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേഹത്ത് ഞാൻ ഇത് അടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ദേഹത്ത് ഒരു കാറ്റടിച്ചാൽ ആ കാറ്റൊരു പ്രത്യേക രീതിയിൽ അടിച്ചാൽ എനിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള പഴയ മെമ്മറി വരും.
ആ കാറ്റിന്റെ ശക്തി കൂടിയാൽ ചിലപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിലെ ഒരു മെമ്മറിയിലോട്ട് പോകും. ഇത് കണക്റ്റ് ആയിട്ട് ഇതുവരെ കണക്റ്റ് ആവാത്ത കാര്യങ്ങൾ കണക്റ്റ് ആവും. കണ്ണ് കാലുമായിട്ട് കണക്റ്റ് ആവും, അല്ലെങ്കിൽ വേറെ വേറെ കാര്യങ്ങളുമായിട്ട് കണക്ട് ആവുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സ്ട്രിഞ്ചൻ പാത്വേ ഭയങ്കരമായിട്ട് ലൂസ് ആവും. യെസ്, എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലയ്ക്കകത്ത് നിൽക്കുന്ന ട്രാഫിക് പോലീസിനെ എടുത്തു മാറ്റി. ദർ ഇസ് നോ ട്രാഫിക് കൺട്രോൾ, എനിബഡി ക്യാൻ ഗോ എനിവെയർ. അപ്പോ ഒരു ടൗണിലെ എല്ലാ വീടുകളിൽ നിന്നും ബാക്കി എല്ലാ വീടുകളിലോട്ടും റോഡ് പണിഞ്ഞാൽ എങ്ങനെയാ? സോ യു ക്യാൻ ആക്സസ് എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം എനിത്തിങ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇന്നലെ കണ്ട സിനിമയെ പറ്റി എനിക്ക് ആലോചിക്കാൻ പറയുമ്പം എനിക്ക് ആദ്യമേ എൻ്റെ മനസ്സിൽ വരുന്നത് ആ സിനിമയെ പറ്റിയുള്ള വിഷ്വൽസ് ആണ്. എനിക്ക് എൻ്റെ കണ്ണിനോട് മാത്രമേ സിനിമയെ പറ്റിയുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റൂ. പക്ഷെ സിലോസൈബിൻ അടിച്ചതിന് ശേഷമാണ് സിനിമ കണ്ടിട്ട് ഞാൻ ആ ഇൻഫർമേഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ കാലിലെ നഖത്തിന് വരെ ആ സിനിമയെ പറ്റി പറയാനൊരു കഥയുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഡിസ്കവറി നടത്തിയത് ഡോക്ടർ റോബിൻ കാർഹാർട്ട് ഹാരിസ് എന്ന് പറയുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ സ്കാൻസ് എല്ലാം റിവീൽ ചെയ്തതും പബ്ലിഷ് ചെയ്തതും 2020 വരുന്നത്. ഡോക്ടർ റോബിൻ കാർഹാർട്ട് ഹാരിസ്. അപ്പം ഈ ന്യൂ പാത്വേസ് എല്ലാം ഫോം ചെയ്യുന്നതിനകത്ത് വേറൊരു ചെറിയ ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഈ ഡ്രഗിൻ്റെ ഡോസ് തീരുമ്പോൾ ഈ പുതിയതായിട്ട് പണിഞ്ഞ ബ്രിഡ്ജുകൾ, അവിടുന്ന് ഇങ്ങോട്ട് പണിഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പണിഞ്ഞത്, ഇതൊന്നും തിരിച്ചു പോകുന്നില്ല. ഈ സാധനങ്ങൾ ടെമ്പററി അല്ല. ചില പാത്വേസ് വീക്സുകൾ കഴിയുമ്പോൾ നശിക്കപ്പെടും, ചില പാത്സുകൾ മന്ത്സുകൾ കഴിയുമ്പം പതുക്കെ പതുക്കെ ഡിസോൾവ് ആവും. ചില പാത്വേസ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും മനസ്സിൽ ഇൻവോക്ക് ചെയ്യുന്ന പാത്വേസ് ബോഡി എങ്ങനെയോ മനസ്സിലാക്കി അതിനെ പെർമനന്റ് ആക്കി അവിടെ വെക്കും. മനസ്സിലായോ? ഹൗ കോംപ്ലക്സ് ഇസ് ബ്രെയിൻ ബ്രോ. യെസ്, എന്തുമാത്രം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്രെയിൻ. ഇനിയും അതിനെ പറ്റിയാണ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ പോകുന്നത്. ഈ പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ സയന്റിഫിക്കലി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്ന ഒരു സിലോസൈബിൻ റിസർച്ചറാണ്. പുള്ളി ജീവിതത്തിൽ 30 വർഷവും ചെലവഴിച്ചത് സിലോസൈബിനെ പറ്റി റിസർച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആളുകളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത് ഏകദേശം 30 വയസ്സിന് മുന്നേ ഇതൊരു പെർമനന്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. കാരണം 30ാമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെയാണോ 50-ലും 60-ലും 40-ലും ഒക്കെ ഏകദേശം 99% അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ സാധനം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് സിലോസൈബിൻ എന്ന് പറയുന്ന ഡ്രഗ് എന്ന അയാളോ ആ ഒരു ഒറ്റ വാക്ക് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. സിലോസൈബിൻ എന്ന് പറയുന്ന ആ മെഡിസിൻ ഈ സാധനത്തിന് 30 വയസ്സോ 40 വയസ്സോ 80 വയസ്സോ 90 വയസ്സോ ഈ സാധനം നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ബ്രെയിനിനെ വയർ ചെയ്യാം. മനസ്സിലായോ? ആദ്യമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് റാൻഡം കണക്ഷൻസ് ആണ് വരുന്നത്. സംബഡി ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ ദ സെക്കൻഡ് ഓർ തേർഡ് ടൈം, ഹി നോസ് വാട്ട്സ് ഹാപ്പനിങ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടുന്ന കഴിവുകൾ ബ്രെയിനിനോട് പറഞ്ഞിട്ട് ബ്രെയിനിന് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോർ ഓപ്പൺ ആയിട്ടുള്ളൊരു ബ്രെയിനും ക്രിയേറ്റിവിറ്റിയും കണക്റ്റഡ് ടു അതേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിന് വന്നിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റിനും മെയിൻ സ്ട്രീം സയൻസിനും ഒന്നും ഇതിനെപ്പറ്റി ഒരു ഉത്തരവും പറയാനില്ല. ഇതുവരെ പറയാൻ പറ്റാത്ത വേറൊരു ഉത്തരവാണ് സിലോസൈബിൻ എന്ന് പറയുന്ന സാധനം ഹ്യൂമൻ സെറോട്ടോണിൻ റിസപ്റ്റേഴ്സിന് പെർഫെക്റ്റ്ലി ഫിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് കുറേ ലോക്കുകൾ വെച്ചായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു 5 ലോക്കിനകത്ത് ഒരു ലോക്ക് മൂഡാണ്, ഇമോഷൻസ്, ക്രിയേറ്റിവിറ്റി, മീനിങ്, പർപ്പസ് എന്നൊക്കെ പറയുന്ന കുറേ പൂട്ടുകൾ നമ്മളുടെ ബ്രെയിനിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ തുറക്കണമെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ബ്രെയിനിൽ നിന്ന് നാച്ചുറൽ റിലീസ് ആവണം. നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പം സെറോട്ടോണിൻ 0.1 ഗ്രാം എങ്ങാനും റിലീസായി നമ്മളുടെ മൂഡ് ചേഞ്ച് ആവും. അപ്പോൾ സന്തോഷം വരും. ഇപ്പം നീ പോയി റൺ ക്ലബിൽ പോയി ഓടിയിട്ട് വീട്ടിൽ വരുമ്പോൾ യു ഫീൽ ഹാപ്പി. ദാറ്റ് ഈസ് ബിക്കോസ് സെറോട്ടോണിൻ ഈസ് റിലീസിങ്.
അത് ഡോപ്പമിൻ അല്ല. അപ്പോൾ ഈ സെറോട്ടോണിനാണ് ഈ പൂട്ടുകൾ തുറക്കാനുള്ള കീ. അപ്പോൾ ഈ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെറോട്ടോണിൻ നാച്ചുറലാണ്. അതുപോലെ തന്നെ സിലോസൈബിൻ എന്ന് പറയുന്ന സാധനം ഈസ് വെരി 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 സിമിലർ ടു സെറോട്ടോണിൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ നമ്മൾ സിലോസൈബിൻ അകത്തോട്ട് കൺസ്യൂം ചെയ്താൽ ഇറ്റ് ഈസ് സോ സിമിലർ ദാറ്റ് ബ്രെയിൻ തിങ്ക് ദിസ് ഈസ് സെറോട്ടോണിൻ. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സെറോട്ടോണിനെ പോലെ ഇരിക്കുന്നു എന്നല്ല, സ്ട്രക്ചറലി, കെമിക്കലി, ഫിസിക്കലി ദ ഡിറ്റോ. സെറോട്ടോണിനും സിലോസൈബിനും. അതെ. എന്ന് പറഞ്ഞാൽ സെറോട്ടോണിൻ നമ്മളുടെ ബോഡി ഉണ്ടാക്കുവാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പൂട്ടിന്റെ സെയിം താക്കോൽ സിലോസൈബിനിന്ന് 1 മില്ലിഗ്രാമിന്റെ അറ്റത്തിന്റെ ഇപ്പുറത്തുനിന്ന് മാറിപ്പോയാൽ ആ പൂട്ടി കയറത്തില്ല. അപ്പൊ ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ്. ബോഡി ബിൽഡേഴ്സ് ഈ ടെസ്റ്റോസ്റ്ററോൺ അടിച്ച് കയറ്റുന്നതിനൊക്കെ ഒരു പവർഫുൾ സാധനമാണ്, മൈൻഡും കോൺഷ്യസും ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. യെസ്, ബോഡി ബിൽഡേഴ്സ് മസിൽ കൂട്ടാൻ വേണ്ടി ടെസ്റ്റോസ്റ്റിറോൺ അടിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ തിന്നുന്ന പോലെ തന്നെയാണ് നമ്മളുടെ മൈൻഡിനും നമ്മളുടെ കോൺഷ്യസ്നെസ്സിനും ഉള്ള പ്രോട്ടീൻ പൗഡറാണ് സിലോസൈബിൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഗൈസ് ഡോണ്ട് ഡു ഡ്രഗ്സ്. ഞാനിത് പറയുന്നത് സയൻസ് ആണ്. അപ്പം ഈ പെർഫെക്റ്റ് കീ ആണ് എന്ന് പറഞ്ഞാൽ ഈ കീ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ മൂഡ് തുറക്കാൻ പറ്റൂ, നമ്മുടെ ഇമോഷൻസ് തുറക്കാം, നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ്, നമ്മളുടെ മീനിങ്, ഇതെല്ലാം തുറക്കണമെങ്കിൽ ഏതർ നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് സെറോട്ടോണിൻ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് സിലോസൈബിൻ തിന്നണം. സെറോട്ടോണിൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. മറ്റേ യോഗ ചെയ്താൽ നമ്മളുടെ പർപ്പസ് ബ്രീത്തിങ്ങിനൊക്കെ സെറോട്ടോണിൻ വരും. ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ഹിസ്റ്ററി പഠിച്ചാൽ എൻ്റെ ഹിസ്റ്ററി മൂഡിന് അല്ലെങ്കിൽ ഹിസ്റ്ററി നോളജിന്റെ പൂട്ടിലോട്ട് സെറോട്ടോണിൻ തുറക്കും. അപ്പം ഇതൊന്നും ചെയ്യാതെ തുറക്കുന്നതാണ് സിലോസൈബിൻ. അതുകൊണ്ടാണ് ഞാൻ പറയാം. അത് മാത്രമല്ല, വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടെ ഉണ്ട്. ഹ്യൂമൻ DNA-യും മഷ്റൂം DNA-യും 50% സിമിലർ ആണ്. അതുകൊണ്ടാണ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പലതും നമ്മളുടെ ഹ്യൂമൻ DNA-യിൽ മാച്ച് ആവുന്നത്, ഈ സെറോട്ടോണിനും സിലോസൈബിനും ഉള്ളതുപോലെ. അതുപോലെ തന്നെ പോൾ സ്റ്റാനിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് മഷ്റൂംസും ഹ്യൂമൻസും ഇവോൾവ് ചെയ്തതാണെന്ന്. എന്ന് പറഞ്ഞാൽ 200 മില്യൺ ഇയേഴ്സ് അഗോ നമ്മൾ ഒന്നായിരുന്നുവെന്നും നമ്മൾ ഫിഷനിൽ കൂടെയോ ഫ്യൂഷനിൽ കൂടെയോ സ്പ്ലിറ്റ് ചെയ്ത് 2 ജീവികളായി വളർന്ന് ഒന്ന് മനുഷ്യനും ഒന്ന് മഷ്റൂമും ആകുന്നതാണ് ഏറ്റവും പുതിയ സയന്റിഫിക് കണ്ടുപിടുത്തം. പോൾ സ്റ്റാനിസ്. അപ്പോൾ ന്യൂ സ്കാൻസും കാര്യങ്ങളും എല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട് സിലോസൈബിൻ നമ്മൾ തിങ്ക് ചെയ്യുന്ന വേയും നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ റീവെയർ ചെയ്യുന്നതും എല്ലാം MRI സ്കാൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ പ്രൈമറി എക്സാമ്പിൾ ഈ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ബ്രെയിനും അവരുടെ മൂഡ്സും എല്ലാം ഒന്ന് റീവെയർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് സിലോസൈബിൻ മൈക്രോ ഡോസിങ് ചെയ്യുന്നുണ്ട്. അതാണ് അത് സിലോസൈബിൻ മാച്ച് ആവുന്നതുകൊണ്ടാണ് മറ്റേ മൂഡിന്റെ താക്കോൽ തുറക്കുന്നത്. പെർഫെക്റ്റ് മെഡിസിൻ. അപ്പോ ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് MRI മെഷീനും സ്കാനിങ് മെഷീനും റേഡിയോഗ്രഫിയും സാധനങ്ങളും ഒക്കെ വേണ്ടി വന്നു. പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടോ ഇല്ലാതെയോ നമ്മുടെ ഏൻഷ്യൻ സിവിലൈസേഷൻസിന് ഇത് എല്ലാം അറിയായിരുന്നു. അവർക്കൊരു MRIയും വേണ്ട, ഒരു കോപ്പും വേണ്ട, അവർക്ക് എല്ലാം അറിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സിവിലൈസേഷൻസിന് മഷ്റൂം എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ആയിട്ടാണ് അവർ കണ്ടത്. മഷ്റൂം വാസ് എ സേക്രഡ് ടെക്നോളജി. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആൻസിസ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവർക്ക് അതർ റെലംസുമായിട്ടുള്ള അതർ റെലം ബീയിങ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് മഷ്റൂംസ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിന് ഞാൻ ചെറിയ 2-3 എക്സാമ്പിൾ തരാം. ദി എലൂസിനിയൻ മിസ്റ്ററി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് എലൂസിനിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ പറ്റി അല്ലെങ്കിൽ സംഭവത്തിനെ പറ്റിയുള്ളൊരു മിസ്റ്ററിയാണ്. അത് നമ്മൾ സോൾവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ ഗ്രീസിൽ സെപ്റ്റംബർ മാസത്തിൽ എല്ലാവരും എലൂസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പിൽഗ്രിമേജ് പോവും. എന്ന് പറഞ്ഞാൽ സാധാരണ പെസൻസ് പോവും, എംപറേഴ്സ് പോവും, ഫിലോസഫേഴ്സ് പോവും, വോറിയേഴ്സ് പോവും, മോങ്സ് പോവും. എല്ലാവരും സെപ്റ്റംബർ മാസത്തിൽ എലൂസിസിൽ എത്തിയിട്ട് ഒരു സാധനം എടുത്ത് കുടിക്കും. അവരുടെ ഒരു റിച്വലാണ്. അവിടെ നമ്മളിപ്പം ശിവന്റെ അവിടെ ചെന്ന് ബാങ്ക് കുടിക്കത്തില്ലേ,
അതുപോലെ തന്നെ ഏതാ നാഗപഞ്ചമിക്കല്ലല്ലോ, ശിവരാത്രിയുടെ അന്ന്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ എലൂസിസിൽ പോയി ഇവരൊരു ഡ്രിങ്ക് കുടിക്കും. കൈക്കിയോൺ എന്നാണ് ഈ ഡ്രിങ്കിന്റെ പേര്. എന്ന് പറഞ്ഞാൽ കൈക്കിയോൺ കുടിക്കുന്നത് ടു സീ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ഡ്രിങ്ക് കുടിച്ചെന്ന് കൈക്കിയോൺ കുടിക്കുന്നത് ടു സീ ദ ട്രൂത്ത്. ഈ കൈക്കിയോൺ കുടിക്കുന്നത് ഏതൊക്കെ ആളുകളാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു 3-4 പേരുടെ പേര് ഞാൻ പറയാം. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സൊഫക്ലീസ്, മാർക്കസ് അറീലിയസ്. ഈ പറയുന്ന ലിസ്റ്റ് 100 കണക്കിന് പോകും. ഞാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന 3-4 പേരുകൾ പറഞ്ഞ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, മാർക്കസ് അറീലിയസ് എല്ലാം ഇവിടെ അതെ ഇവിടെ പോയി മഷടിച്ച പിള്ളേരാണ്. ചെറിയൊരു തോട്ട് ഞാൻ പറയട്ടെ, ഈ അടിച്ചോണ്ടാണോ ഇനി ഇവരൊക്കെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും മാർക്കസ് അറീലിയസും ഒക്കെ ആയതും എന്ന് പറയുന്ന ഒരു വാദപ്രതിവാദവും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ കൈക്കിയോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്താണെന്ന് 1973 വരെ നമുക്കൊരു മിസ്റ്ററി ആയിരുന്നു. ഈ മിസ്റ്ററി സോൾവ് ചെയ്തത് 1973 വലിയൊരു സിലോസൈബിൻ അക്കാഡമിയിൽ കണ്ടുപിടിച്ചു. ഈ സാധനം റീക്രിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രിങ്ക് എർഗോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. ERGOT എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. ഈ ഫംഗസ് ഗ്രെയിൻസിനകത്താണ് വളരുന്നത്. ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി റൈ എന്നൊക്കെ പറയുന്ന മറ്റേ ഒരു കറുത്ത ഗ്രെയിൻ ഉണ്ട്, അതിനകത്താണ് വളരുന്നത്. ഈ വളരുന്ന ഗ്രെയിനകത്തെ എർഗോട്ടിനകത്ത് ഉണ്ടാവുന്ന കെമിക്കലിന്റെ പേരാണ് ലൈസർജിക് ആസിഡ് അമൈഡ്, നാച്ചുറൽ LSD. LSD ഫ്രം നേച്ചർ. മനസ്സിലായോ? LSD ആണ് ഇതിലുണ്ടാവുന്നത്. ഇതിനെ ഈ ഗ്രീസുകാരാണ് റിച്വലായിട്ട് എടുത്തത്. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, നമ്മളുടെ ശിവരാത്രിയുടെ അന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും ശിവനെ കാണാൻ അവിടെ വലിയ അമ്പലത്തിലും ക്ഷേത്രത്തിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ബാങ് കുടിച്ചിട്ട് ഇരുന്ന് സന്യസിക്കും. എന്തിനാണ്? തൃക്കണ്ണ് തുറക്കാൻ, ദ ഐ ഓഫ് നോളജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ തുറക്കാനാണ് ഇത് ചെയ്യുന്നത്. ആസ്ടെക്സ് ഇതിനെ പറ്റി പറയുന്നുണ്ട്. ആസ്ടെക്സ് മഷ്റൂംസിനെ വിളിച്ചത് ടിയോനാന കാറ്റൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഓഫ് ദ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് പണ്ട് ഗോഡ്സ് ഉണ്ടായിരുന്നു. ആ ഗോഡ്സ് നമ്മളുടെ റെലത്തിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മഷ്റൂംസ് ആയിട്ട് വരുമെന്നും നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗോഡ്സുമായിട്ട് ലിങ്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്പാനിഷ് ഇൻക്വിസിഷൻ വന്നു, ഈ സാധനങ്ങളെല്ലാം ഡിസ്ട്രോയ് ചെയ്തു. സ്പാനിഷ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയ് ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നാണ് മഷ്റൂം ടെമ്പിൾസ്. എന്ന് പറഞ്ഞാൽ മഷ്റൂം അടിക്കാൻ വേണ്ടി മാത്രം ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു കൾച്ചറായിരുന്നു ആസ്ടെക്സ്. എന്നിട്ട് സ്പാനിഷ് പുതിയ റൂളും കൊണ്ടുവന്നു, മഷ്റൂംസ് വാസ് പണിഷബിൾ ബൈ ഡെത്ത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് മസാടെക് പീപ്പിൾ ഓഫ് അവാക്ക അവരും മഷ്റൂം റിച്വൽ കണ്ടിന്യൂ ചെയ്തു. അവർ ഈ സാധനം മഷ്റൂം കഴിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സോളിന്റെ ഡിസീസ് ഇല്ലാതാക്കാൻ, എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ പേ ഇല്ലാതാക്കാൻ. അങ്ങനെയാണ് അവർ അതിനെ പറ്റി പറയുന്നത്. വേദിക് ഇന്ത്യൻ ടെക്സ്റ്റ് എന്താ പറയുന്നത്? സോമരസ, നീ പറഞ്ഞ പോലെ തന്നെ ഡിവൈൻ പ്ലാന്റ് ആണ്. ഒരു ഗോഡ്സിൽ നിന്ന് നമുക്ക് വിസ്ഡവും ഇമ്മോർട്ടാലിറ്റിയും തരുന്ന പ്ലാന്റ്. ഗോർഡൻ വാസൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇതിനെപ്പറ്റി ഡെക്കേഡ്സ് റിസർച്ച് ചെയ്ത് പറഞ്ഞതാണ് ഈ സാധനം സോമരസ എന്ന് പറയുന്ന സാധനം അമാനിത മസ്കാരിയ എന്ന് പറയുന്ന മഷ്റൂമിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന്. സൈബീരിയൻ ഷാമൻസ് അമാനിത മസ്കാരിയ എന്താ ചെയ്തതെന്ന് അറിയാമോ? അവരെഴുതി വെച്ചിട്ടുണ്ട്, വെള്ളത്തണ്ടും മുകളിൽ ചുമപ്പിനകത്ത് കുത്തുള്ള മഷ്റൂംസും എടുത്തിട്ട് ഞങ്ങള് മാനിന് തിന്നാൻ കൊടുക്കും. എന്നിട്ട് മാൻ ഇത് മുള്ളും, അടുത്ത ദിവസം കെട്ടിയിടും. എന്നിട്ട് മാൻ അടുത്ത ദിവസം മുള്ളുമ്പോൾ ആ മുള്ളുന്ന സാധനം എടുത്ത് കുടിക്കും. എന്നിട്ട് കുടിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയുമ്പോൾ ദൈവം വരും. ദൈവം വന്ന് അറിവും നോളജും പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോകും. എന്ന് പറഞ്ഞാലും ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തിയപ്പോൾ അമാനിത മസ്കാരിയ മാൻ തിന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ടോക്സിക് ട്രേറ്റ്സും മാനിന്റെ ഡൈജസ്റ്റീവ് ബോഡി ഇല്ലാതെ അബ്സോർബ് ചെയ്തിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന ബാക്കി സാധനം പ്യുവർ സിലോസൈബിൻ, ദ പ്യുവറസ്റ്റ് ഫോം മൂത്രത്തിൽ. എന്നിട്ട് അത് ഇവർ കുടിക്കും. അതാണ് അവർ കണ്ടുപിടിച്ചത്. മോസസ് ദൈവത്തിനോട് സംസാരിക്കുന്നതും ചെറിയൊരു ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. കാരണം മോസസ് ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ അപ്പുറത്തൊരു ചെടിയെ കത്തിക്കും എന്ന് വെറുതെ പറയുന്നുണ്ട്.
ആ ചെടിയെ കത്തിക്കുന്നത് ഇപ്പോൾ സയന്റിസ്റ്റ് പറയുന്നത് അക്കേഷ്യ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അവിടെ മോസസ് മലയുടെ മുകളിൽ പോയി കത്തുന്നെന്ന് പറയുന്നത്. അക്കേഷ്യ എന്ന് പറയുന്ന ചെടിക്ക് ഒരു പ്രശ്നമുണ്ട്. അക്കേഷ്യൻ ചെടിയിൽ നിന്നാണ് നമ്മൾ DMT എടുക്കുന്നത്. ഡൈമെത്തോൾ ട്രിപ്റ്റലിൻ എന്ന് പറഞ്ഞാൽ LSDയും അതുപോലുള്ള ഹാർഡ് ഡ്രഗ്സിലൊക്കെ ഉള്ള സാധനം അക്കേഷ്യ വുഡ് അല്ലെങ്കിൽ അക്കേഷ്യ ട്രീയിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ സാധനം കത്തിച്ച് ഇൻഹെയിൽ ചെയ്തിട്ട് മോസസ് എന്താ ചെയ്തത്? അരമണിക്കൂർ ദൈവത്തിനോട് സംസാരിച്ചു. 15 to 20 minutes എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയണം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സാധനം, ജോൺ മാർക്കോ അലഗ്രോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഏർലിയസ്റ്റ് മഷ്റൂം കൾട്ട് മാത്രമായിരുന്നു എന്നുള്ള ഹാർഡ് എവിഡൻസ് ഉള്ളൊരു ഇത്രയുള്ളൊരു ബുക്ക് അയാൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ കിളി പോകും. കാരണം ലാസ്റ്റ് സപ്പർ, മഷ്റൂം കൾട്ടുകൾ, സാന്താക്ലോസ്, ചിമ്മിനി വരുന്നത് മനസ്സിലായോ? സാന്താക്ലോസിന്റെ ഡ്രസ്സ് എന്താ? ചുമപ്പും ഹാറ്റും വെള്ളയും ഒരു കൂണും. മസ്കാരിയെ പറ്റിയാണ് അവർ പറയുന്നത്. ഷമാനി കൾച്ചറിനകത്ത് ഒരുപാട് റെഫറൻസ്. അതെ അതെ. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത് അതൊരു മഷ്റൂം റെഫറൻസ് ആണെന്ന് വരെ അവർ പറയുന്നുണ്ട്. കാരണം ജീസസിന്റെ ദ ബോഡി ആൻഡ് ദ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബോഡി സ്റ്റെം ആണെന്നും ബ്ലഡ് എന്ന് പറയുന്ന ചുമന്ന സാധനം ക്യാപ്പ് ആണെന്നും പറഞ്ഞ് അമാനിത്ത മസ്കാരി ആണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2 സെന്റൻസിൽ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഏൻഷ്യൻ സിവിലൈസേഷൻ, എല്ലാ ഏൻഷ്യൻ സിവിലൈസേഷൻസിനും മഷ്റൂമിന്റെ പവർ അറിയാമായിരുന്നു, അവരത് ഉപയോഗിച്ചിരുന്നു. അൺലൈക്ക് us. അതുപോലെ തന്നെ എല്ലാ അതോറിറ്റീസിനും എല്ലാ ഗവൺമെന്റ്സിനും ഇതിന്റെ പവർ അറിയായിരുന്നു, ഇവരത് ബാനും ചെയ്തിരുന്നു ടിൽ ടുഡേ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ 1968 ഇതിനെപ്പറ്റി റിസർച്ചും ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എല്ലാ പബ്ലിക് ഗവൺമെന്റ്സും, നമ്മൾ വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത എല്ലാ ഗവൺമെന്റ്സും ഇത് ബാൻ ചെയ്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ബാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഗർത്തം പറഞ്ഞു തരാം. എല്ലായിടത്തും മഴയത്ത് കിളിച്ച് വരുന്ന ഒരു പ്ലാന്റ് നീ തൊടരുത്, നീ തിന്നരുത് എന്ന് പറഞ്ഞൊരു ലോ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതുവരെ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് കഴിച്ചിട്ട് ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരും മരിച്ചു പോയിട്ടില്ല. ഓവർഡോസ് ആയി ചാവാത്ത ഒരേ ഒരു ഡ്രഗ് ഇതാണെന്നാണ് പറയപ്പെടുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് വേറെ ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം. അപ്പോൾ ഈ സാധനം നീ പറിച്ചുകൂടാ, നീ പറിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജയിലിലിടും. ഈ സാധനം നീ തിന്നൂടാ, ഈ സാധനം നീ തിന്നാൽ ഞാൻ ജയിലിലിടും. ഈ സാധനത്തിനെ പറ്റി പറയാനോ വിൽക്കാനോ നിൽക്കാനോ ഒന്നും പാടില്ല. പക്ഷേ നമ്മളുടെ ദൈവങ്ങൾ, നമ്മുടെ കൃഷ്ണൻ, രാമൻ, ജീസസ്, മോസസ്, ഈ പറഞ്ഞ ആസ്ടെക്സ്, ശിവൻ, അവരെല്ലാം അത് കഴിക്കും. അവർ ദൈവങ്ങളാണ്. അതോ അവരിത് കഴിച്ചുകൊണ്ട് ദൈവങ്ങളായതാണോ? ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി പഠിക്കുക, ഇതിനെപ്പറ്റി ആലോചിക്കുക. സോ ഗവൺമെന്റ് പറയുന്നതും ഞാൻ പറയുന്നതും വിശ്വസിക്കണ്ട. സോ യു ആർ സെയിങ് ഇസ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനകത്ത് വലിയൊരു പാർട്ട് പ്ലേ ചെയ്യാൻ സാധ്യതയുള്ള ഒരു തിയറിയാണ് ദിസ് മഷ്റൂം തിയറി. ഡാർവിൻ്റെ ബുൾഷിറ്റ് തിയറിയെക്കാട്ടി എന്തുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ, ഞാനിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനെപ്പറ്റി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരിക്കാം ദ പ്രോബബിൾ സത്യം. വാട്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് പോയിന്റ്സ് ഞാനിപ്പം പപ്പോണ സയന്റിഫിക്കലി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ വി വെയർ ഹാവിങ് ബ്രെയിൻ സൈസ് ഓഫ് നെല്ലിക്ക. And for 7 million years. And suddenly ഒരു 10-15 വർഷം കൊണ്ട് റാപ്പിഡ്ലി ആ നെല്ലിക്ക ഓറഞ്ച് ആവുന്നു, കൈതച്ചക്കയാവുന്നു. ആൻഡ് അതിന് മെയിൻ ഒരു കാരണം നമ്മുടെ ബ്രെയിനിൽ സെറട്ടോണിൻ പ്രൊഡക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലൻസ് വെളിയിൽ നിന്ന് കയറുന്നു. അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് എന്നാണ് നമുക്ക് പറയുന്നത്. കാരണം നമ്മളുടെ കൊഗ്നിറ്റീവ് അബിലിറ്റീസും നമ്മളുടെ ബ്രെയിൻ സൈസും നമ്മളുടെ ഫുഡ് ഇൻടേക്കും നമ്മളുടെ കോൺഷ്യസ്നെസ്സും ഒരേ സമയം കൂടുന്നത് കൊണ്ടുണ്ടായതാണ് ഈ ബ്രെയിൻ സൈസ് വർധന. ഇത് 4 ഞാൻ പറഞ്ഞില്ലേ, ഈ പാർട്ടുകൾ 4 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു വന്നത് മഷ്റൂംസ് ഇത് 4നെയും ട്രിഗർ ചെയ്യും. ഇത് 4 ജസ്റ്റ് ലൈക്ക് സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ ഇത് 4 ഒരുമിച്ച് നമ്മളുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസ്, നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്, നമ്മുടെ ടൂൾ സ്കില്ല്, നമ്മളുടെ ഹണ്ടിങ് സ്കില്ല് എല്ലാം നമുക്ക് ഒരുമിച്ച്, ഇൻക്ലൂഡിങ് ലവ്, അഫെക്ഷൻ ആൻഡ് എവറിത്തിങ്, ഇതെല്ലാം കൂടണമെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ എക്സ്റ്റേണലി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അൺലിമിറ്റഡ് ആയിട്ട് സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അൺലിമിറ്റഡ് ആയിട്ട് സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും.
പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇത് എവിടെയാ സെറോട്ടോണിൻ ഉള്ളത്? മഷ്റൂംസിലാണ്. സോ ഗൈസ്, ഈ ഒരു തിയറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ ലെറ്റ് us know in the comments. അത് മാത്രമല്ല, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഗവൺമെന്റ് ഇതിനെ ബാൻ ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പുല്ലിനെ അല്ലെങ്കിൽ ഒരു ചെടിയെ ബാൻ ചെയ്യുന്നു, ഇത് ചെയ്യാൻ പാടില്ല, നിന്നെ ഞാൻ ജയിലിലിടും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പോഴത്തെ ഗവൺമെന്റ് നിങ്ങൾക്ക് ജെൻഡർ ചേഞ്ച് ചെയ്യാൻ അലോ ചെയ്യും. നിങ്ങളുടെ ശുണ്ണാണി വെട്ടിക്കളയാൻ നിങ്ങളെ അലോഡ് ചെയ്യും. നിങ്ങൾക്ക് പുതിയ ശുണ്ണാണി ഫിറ്റ് ചെയ്യാൻ നിങ്ങളെ അലോ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് റോഡിലുള്ള ഈ ഒരു പഴം തിന്നാൻ നിങ്ങളെ അലോ ചെയ്യത്തില്ല. മനസ്സിലായോ? അതെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. യു ക്യാൻ ചേഞ്ച് ജെൻഡേഴ്സ് ബട്ട് യു ആർ നോട്ട് അലൗഡ് ടു ഈറ്റ് ദാറ്റ് പ്ലാന്റ്. ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്തിട്ട് കണ്ടെത്തുക. ഇത് തിന്നാനോ തിന്നാതിരിക്കാനോ പോകാൻ പാടില്ല. ഇതിനെ ഞങ്ങൾ പ്രൊമോട്ടും ചെയ്യില്ല, ഇതിനെ ഞങ്ങൾ ഡിമോട്ടും ചെയ്യില്ല. സയൻസ് ത്രൂ എവിഡൻസസ് നിങ്ങളുടെ മുന്നിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിനെ പറ്റി ഉള്ള കമൻസ് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിനെ പറ്റി എന്ത് വേണം എന്നുള്ളത് പറയാം. പക്ഷെ 90% അതൊരു ഡിഫറെൻ്റ് എപ്പിസോഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു വേക്കപ്പ് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. കാരണം ഒരു മാസം 3 എപ്പിസോഡ് നമുക്ക് ഏൻഷ്യൻ മിസ്റ്ററീസും ഇതുപോലുള്ള കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഞാനും നീയും നിങ്ങളും എന്നൊക്കെയുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം റിക്വസ്റ്റ് വരുന്നുണ്ട്. ഹ്യൂമൻസ് ആർ നോട്ട് ഫ്രം എർത്ത് എന്ന് പറയുന്ന എപ്പിസോഡ് ചെയ്യണമെന്ന് പറയുന്ന എനിക്ക് മെസ്സേജ് അയച്ചു. അത് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ 2-3 എപ്പിസോഡായിട്ട് അത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യും. അതുപോലെ തന്നെ ജിയോപൊളിറ്റിക് എപ്പിസോഡ് ഈസ് കമ്മിങ് സൂൺ. So guys, it's Sri here guys. Talk to you guys in the next one. നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുത്തേക്കാം. ജോയിൻ. Bye.